കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആവശ്യക്കാര് നമ്മളാണ്. നമ്മളാണ് ആവശ്യക്കാര്. യേശു കർത്താവ് തന്നെ പറഞ്ഞത്, എല്ലാവരും വരാനല്ല, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. ആഗ്രഹിക്കുന്ന മനസ്സിനെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യബോധത്തോടെ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധ പിതാവേ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 21ാമത്തെ ദിനരാത്രിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ 20 ദിവസവും അനുഗ്രഹിച്ച, ആസ്വദിച്ച ദൈവാത്മാവ് ഇന്ന് രാത്രിയിലും ഞങ്ങളെ അനുഗ്രഹിക്കാൻ, ഞങ്ങളോട് സംസാരിക്കാൻ മനസ്സുണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഞങ്ങൾക്കാർക്കും അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുകയില്ല. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞങ്ങളത് കാണുന്നു കർത്താവേ. ആയതിനാൽ ഇന്ന് രാത്രി ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. ദൈവമേ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ സംസാരിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ ഏഴയാകുന്ന അടിയനെ കർത്താവ് ബലപ്പെടുത്തും. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. ദൈവിക വചന ശുശ്രൂഷകൾക്കും അതിൻ്റെ മഹത്വകരമായ പ്രവർത്തികൾക്കും തടസ്സമായി എഴുന്നേൽക്കുന്ന എല്ലാ മാനുഷിക പൈശാചിക തലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന് കീഴടങ്ങാൻ ഞാൻ കൽപ്പിക്കുന്നു. കേൾക്കുന്ന വചനത്തോടും ദൈവശബ്ദത്തോടും ഏകീഭവിക്കാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവാത്മാവ് ഒരുക്കി തുടങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഇന്ന് രാത്രി അങ്ങ് പറയാത്തൊരു വാക്ക് പറയാൻ അനുവദിക്കുന്നു. അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നതൊന്നും പറയാതിരിക്കരുത്. പ്രയോജനമുള്ളതൊന്നും മറയാൻ യേശുവിന്റെ നാമത്തിൽ പിതാവേ അനുവദിക്കും. ഒരുമിച്ച് ഞങ്ങളെ ഇന്ന് രാത്രി ബ്ലസ് ചെയ്യണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ ദിനരാത്രിയിലാണ് കർത്താവ് നമ്മളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയത്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകാലുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ എനിക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.
സ്തോത്രം. ഞാന് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാനിടയായിട്ട് എന്റെ ഓർമ്മയിലേക്ക് വന്നതാ ഈ ഈ അവസാന പ്രാവശ്യം ഈ ലാസ്റ്റ് ആൻമോൾ വന്നപ്പം ആ കൊല്ലത്ത് ആന്റിയുടെ ഭവനത്തിൽ പോകാൻ എനിക്കും എൻ്റെ കൂട്ടുദാസിക്കും കർത്താവ് അവസരം ഒരുക്കി. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങളന്ന് 21 ഡേയ്സ് ഫാസ്റ്റിങ്ങോടിരിക്കുമ്പോഴാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ ഞാൻ എപ്പോ അവിടെ ചെന്നാലും ഒന്ന് കണ്ട് കേട്ട് പ്രാർത്ഥിച്ച് പോരാമെന്നുള്ള ചിന്തയിലായിരിക്കും ചെല്ലുന്നത്. പക്ഷെ ഒരു കൂട്ടായ്മ ആചരിച്ച് വിടുന്ന രീതിയിലെ ആന്റി വിടാറുണ്ട്. ചെന്ന് കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ടൊരു ക്രമീകരണം ഒരുക്കും. പിന്നെ ഞങ്ങൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ സാധാരണ ചെയ്യുന്നു. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അറിയിച്ചൊരു ദൈവശബ്ദം ഈ ദിവസങ്ങളിലാണ് ഞാൻ ഓർത്തത്. അന്ന് ആന്റിയോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പരിശുദ്ധാത്മാവ് അറിയിച്ചത്, കഴിഞ്ഞ നാളുകളിൽ വേറിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന നീ വളരെ മിസ് ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥന വളരെ വളരെ എന്നുവെച്ചാൽ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ കഴിയാതെ വളരെ മനസ്സിനതൊരു വിഷമമായി പ്രയാസമായി കിടപ്പുണ്ട്. എന്നാൽ ദൈവം ആ പ്രാർത്ഥന വീണ്ടും ചെയ്യത്തക്ക നിലയിലേക്ക്, ആ ഉപവാസത്തെയും പ്രാർത്ഥനയും വീണ്ടും ചെയ്യത്തക്ക നിലയിലേക്ക് ദൈവാത്മാവ് അതിൻ്റെ കാര്യങ്ങളെ ഒരുക്കും, നിയോഗിക്കും എന്നൊരു ദൈവശബ്ദം പറയാനിടയായി. സ്തോത്രം. അപ്പൊ ഈ മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോ ഞാൻ ആദ്യം ഒന്നും ഓർത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എൻ്റെ ഓർമ്മയിൽ ആ ദൈവശബ്ദം വന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അറിയിച്ചൊരു ദൈവാലോചന ആയതുകൊണ്ട് ബാക്കിയുള്ള ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, ഈ പ്രാർത്ഥന ആരെയും കാണിക്കാൻ വെച്ചതല്ല. സ്തോത്രം. ഞാനതാ പറഞ്ഞു വന്നത്. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് പുറകിൽ ഒരു ദൈവ നിയോഗവും ഒരു ദൈവ ശബ്ദവും ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവാലോചനയാൽ ഒരുക്കപ്പെട്ട ഒരു ആയതുകൊണ്ട് തന്നെ അതിനതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. പിന്നെ ഈ പ്രാർത്ഥന തീരുമാനിച്ചപ്പോ എന്നോട് ആന്റി പറഞ്ഞത് ഏത് ദിവസവും ശുശ്രൂഷിക്കാൻ. കാരണം എന്നോടൊരു ഡേറ്റ് പറയല്ലായിരുന്നു, എനിക്കിഷ്ടമുള്ള ഡേറ്റ് ചൂസ് ചെയ്യാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാനപ്പം ഈ 20 ഇന്നലെ രാത്രിയാണ് ഞാൻ സത്യത്തിൽ ഞാൻ പറയുന്നത് 20 തീയതി രാത്രി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട്, അതെന്താ പാസ് 21 തീയതി ഫ്രീ അല്ലേ? പാസ് 21 തീയതി ഫ്രീ ആണെങ്കിൽ അന്ന് പ്രസംഗിച്ചാൽ മതി, സ്തോത്രം എന്നോട് പറയാനിടയായി. എന്നോട് അദ്ദേഹം വേറൊരു നിയോഗം കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവസാനം ഞാൻ ചെയ്തോളാം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അവസാനം പ്രസംഗിക്കുക എന്ന് പറയുന്ന ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒത്തിരി അടുത്ത് ഈ 7 ദിവസത്തെ ലാസ്റ്റ് ഡേയ്സ്, 21 ഡേയ്സ് ലാസ്റ്റ് ഡേയ്സ്, 40 ഉപവാസം അങ്ങനൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി നേരത്തെ പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ദൈവാസന്മാർ വരുമല്ലോ, ഇനി പ്രസംഗിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നാളെ ഇല്ലല്ലോ ആള്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കല് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് വരാം. ഞാൻ ഒരിക്കലും നിലമ്പൂർ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിന് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ലാസ്റ്റ് 4 ദിവസമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. 4 ദിവസം
ലാസ്റ്റ് വ്യാഴം, വെള്ളി, ശനി, ഞായർ പ്രസംഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനാണ് എന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചത്. അപ്പം ഞാൻ പ്രസംഗിക്കുന്നതിന്റെ തൊട്ട് ദിവസം 2 ദിവസം പുറകിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൺവെൻഷൻ പ്രാസിംഗിനായിട്ട് ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനീഷ് കൊല്ലം പാസ്സാണ് 2 ദിവസം അവിടെ വചനം ശുശ്രൂഷിച്ചത്. അപ്പൊ അത്രയും ദിവസം ശക്തമേറിയ ഒരു ശുശ്രൂഷ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്ത് അതിന്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എന്നെ ഇവര് കണ്ടിട്ടില്ല. സ്തോത്രം. വേറൊരാളിലൂടാണ് ഞാൻ അവിടെ ചെല്ലാനിടയായി തീർന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ട്രെയിന് പോയി, ട്രെയിൻ ഇറങ്ങി, എന്നെ പിക്ക് ചെയ്യാൻ ആള് വന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പാസ്സൊക്കെ എന്നെ കണ്ടപ്പം ഒരു കൊച്ചു പയ്യൻ അപ്പൊ ഇവര് എന്റെ സൗണ്ട് കേട്ടപ്പോ ഏതാണ്ട് വലിയ ആളാന്നാ ഇവര് വിചാരിച്ചത് ശബ്ദത്തിലെ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു പയ്യൻ. അപ്പൊ ഇവർക്ക് പെട്ടെന്നൊരു ടെൻഷൻ. കർത്താവ് ഇത്രയും ദിവസം ശക്തമേറിയ ശുശ്രൂഷ, കർത്താവിൽ അറിയപ്പെടുന്ന അനേക അഭിഷക്തന്മാര് വന്ന് ശുശ്രൂഷിച്ചിട്ട് അവസാനം വന്ന് ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു പയ്യൻ വന്ന് ശുശ്രൂഷിക്കുമ്പം എങ്ങനായി തീരുമെന്നൊരാശങ്ക ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, അവര് തന്നെ പറഞ്ഞതാ. സഹോദരൻ, എന്നാൽ ഒന്നാമത്തെ സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് അതിൻ്റെ നടുവിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. ഓരോ സെക്ഷനുകളിലും സ്വർഗത്തിലെ ദൈവം തന്റെ പ്രവൃത്തി ആ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തി. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് അദ്ദേഹം നന്ദി പറയാൻ നേരത്താണ് പറഞ്ഞത്, ബിജോ പാസ് ഞങ്ങൾക്ക് നേരത്തെ പരിചയമില്ല, അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു, കർത്താവ് ഇത്രയും ദിവസം ഉപവസിച്ചിട്ട് അവസാനം വന്നപ്പോൾ ഇത് ബുദ്ധിമുട്ടാകുമോ, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചിന്തകളിലല്ല ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച ആ ഒരു അനുഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആ ശുശ്രൂഷ കൃപയാൽ ദൈവം ഒരു മഹത്വമാക്കി മാറ്റി. അപ്പം ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ അവസാന സമയങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഏറ്റെടുക്കുന്നവർക്ക് ഇച്ചിരി സ്തോത്രം ബുദ്ധിമുട്ടുള്ള കാര്യമെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആന്റിക്ക് മെസ്സേജ് ഇടും, ആന്റി എങ്ങനെ ഉണ്ട് ഫാസ്റ്റിംഗ്, സന്തോഷമാകുന്നു. അദ്ദേഹം അപ്ഡേറ്റ് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഉപവസിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശുശ്രൂഷ ഏറെക്കുറെ ദൈവമക്കൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണേ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്തിനാണ്. ഞാൻ ആദ്യം അത് തന്നെ നിങ്ങളോട് അറിയിക്കുകയാണ്. സ്തോത്രം. ദൈവിക വചനത്തിന്, ദൈവിക തിരുവെഴുത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സ്തോത്രം. എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രവാചകനായിട്ടൊന്നും എന്നെ കാണല്ലേ. സ്തോത്രം. ഞാൻ ഒരു പ്രവാചകനല്ല. പക്ഷെ ദൈവാത്മാവ് ഒരു പ്രവചനാത്മാവ് തന്നാൽ കൈമാറും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വചനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് വചനത്തിന് അതിൻ്റെതാകുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനുശേഷം
പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നിയോഗം തന്നാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പം ദൈവവചനം ആദ്യം അതിൻ്റെ ഓർഡറിൽ നമ്മൾ പഠിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഞാൻ വളരെ സാവധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ആണ് ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ കുറെ പേര് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. അല്ലെ, എല്ലാവരും ഡിവൈസ് ഓഫ് ചെയ്ത നമ്മൾ ആരെ നോക്കിയാ പ്രസംഗിക്കുന്നത്? അങ്ങനെ ഒരു കാര്യമാണ്. സ്തോത്രം. അപ്പം ഓൺ ചെയ്തവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട ഒരു വിഷയമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ രാത്രി ധ്യാനിക്കാൻ പോകുന്നത്. അതിനാധാരമായ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. മലാഖിയുടെ പ്രവചന പുസ്തകം, മലാഖിയുടെ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ തന്നെ വായിച്ചോളാം. അതിന്റെ 2-ാമത്തെ ഭാഗമാണ്, 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത്. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ആ വാക്യം എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്മരണ പുസ്തകം എന്ന ഒരൊറ്റ പദമാണ് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. സ്മരണ പുസ്തകം. സ്തോത്രം. അപ്പൊ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സ്മരണ പുസ്തകം എന്ന വിഷയമാണ് ഇന്ന് രാത്രി ധ്യാനിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാൻ ഈ പുസ്തകത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മലാഖിയുടെ ഈ അധ്യായങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും. സ്തോത്രം. അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പിന്നീട് നിങ്ങൾ ഈ അധ്യായങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. വളരെ ലളിതമായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ശുശ്രൂഷിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിലുള്ള ദൂതുകളെ, ദൈവശബ്ദത്തെ കൈമാറാം. നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഴയ നിയമത്തിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് മലാഖിയുടെ പുസ്തകം. 12 ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് മലാഖി എന്ന് പറയുന്നത്. മലാഖി എന്ന വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. മലാഖി എന്ന വാക്കിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. സ്തോത്രം. ബാബിലോൺ പ്രവാസ കാലം കഴിഞ്ഞ് യഹൂദ ജനം ഇസ്രായേലിലേക്ക് തിരിച്ചെത്തി. 2ാമത്തെ ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പം ഇവര് തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര ഒരു ആത്മീയ ഉണർവ് ഇവരുടെ അകത്തുണ്ടായിരുന്നു. ഇവര് പ്രവാസകാലം കഴിഞ്ഞ് തിരിച്ച് യെരുശലേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ അകത്ത് ആദ്യ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ആത്മീയ ഉണർവ് ഇവരുടെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആത്മീയതയൊക്കെ തണുക്കാൻ തുടങ്ങി. സ്തോത്രം. ഇവരുടെ ആത്മീയതയൊക്കെ പതുക്കെ പതുക്കെ തണുക്കാനായിട്ട് തുടങ്ങി. ഇവരുടെ ആത്മീയതയൊക്കെ പതുക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഈ പലരെയും കണ്ടിട്ടുണ്ട്. ഈ
രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഭയങ്കര ആ സമയത്തെ ഒരു ആത്മീയ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് 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 പുറകോട്ടൊന്ന് ചിന്തിച്ച്, രക്ഷിക്കപ്പെട്ട ആ സമയത്തെ ആ ഒരു നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ലൈഫും ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആത്മീയ അനുഭവം ഒന്ന് 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 ചിന്തിക്കാൻ പറ്റുന്നവര്, സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ഞാൻ ഈ ദൂത് ധ്യാനിച്ചപ്പോ ഞാനൊന്ന് ചിന്തിച്ചു, അയ്യോ ഞാന് ആ സമയത്തൊക്കെ എന്തുവായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മൾ ആ സമയത്തൊക്കെ ആത്മീയമായിട്ട് എന്തുണർവില്ല നിന്ന്, അല്ലേ? പക്ഷെ ഇപ്പോൾ അത്രയുണ്ടോന്ന് ചോദിച്ചാൽ സംശയമാ. എങ്കിലും അതുപോലായിരുന്നു ഇവര് തിരിച്ചെത്തി ഭയങ്കര ആത്മീയ ഉണർവിലായിരുന്നു ഇവർ. എന്നാൽ പിന്നീട് ഇവരുടെ ആത്മീയത തണുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ദൈവാലയത്തിലെ ആരാധന ഇവർക്ക് ചടങ്ങുകളായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് മാറി. ദൈവത്തിന്റെ ആരാധന ചടങ്ങുകളാക്കി മാറ്റുന്ന ഒരു അനുഭവം. ഈ അനുഭവത്തെ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ 2 പ്രവചന ശബ്ദം കൈമാറിയതാണ് മലാക്കിയുടെ പ്രവചന പുസ്തകം. 2 ശബ്ദം കൈമാറി. ഒന്ന് യഹോവയുടെ ന്യായവിധി, 2 യഹോവയുടെ സ്നേഹം. സ്തോത്രം. ഇത് രണ്ടുമാണ് കൈമാറുന്നത്. ഒന്ന് യഹോവയുടെ ന്യായവിധിയും, 2 യഹോവയുടെ സ്നേഹവും. ഇതിൽ മലാക്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, പ്രാധാന്യം കൊടുത്തത്, പ്രിയപ്പെട്ടവരെ, തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. സ്തോത്രം. തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, തെറ്റുകളെ തിരുത്താൻ. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, 21ാമത്തെ ദിവസത്തിൽ പാസ്റ്റ് ഇതാണോ പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. തെറ്റുകളെ തിരുത്താൻ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയൊക്കെ വളരെ പരിമിതപ്പെട്ടു എന്ന് പറയണം. ഇന്നത്തെ കാലത്ത് ഈ തെറ്റുകളെ തിരുത്തി, കുറവുകളെ വെളിപ്പെടുത്തി, അവരെ ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ശുശ്രൂഷകളൊക്കെ ഇപ്പോൾ പെന്തക്കോസ്തിന്റെ അകത്ത് പരിമിതപ്പെട്ടു പോകുന്ന ഒരനുഭവം നമ്മൾ കാണുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഒരനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ഇത് നിങ്ങൾ ഹൃദയത്തിൽ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഒരനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അനുസരണ ഉണ്ടായിരിക്കണം. സ്തോത്രം. അതിന്റെ പുറകിൽ ഒരു അനുസരണ ഉണ്ടായിരിക്കും. ദൈവത്തെ അനുസരിച്ച്, വചനത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത്. സ്തോത്രം. അപ്പം ഇന്നത്തെ കാലത്ത് പലരും തെറ്റുകളെ തിരുത്താറില്ല. പക്ഷെ ഹല്ലേലൂയ, മലാക്കി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തത് തെറ്റുകളെ തിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതുകൂടൊന്ന് പറഞ്ഞിട്ട് ദൈവം തന്ന ദൂതിലേക്ക് വരാം. ഒന്ന്, പുരോഹിതന്മാരുടെ അലംഭാവത്തെ അദ്ദേഹം തിരുത്തി. ആദ്യം തിരുത്തിയത് പുരോഹിതന്മാരെയാണ്. സ്തോത്രം. അത് പറയുമ്പോൾ ദൈവമക്കൾക്ക് ഒരു സന്തോഷം. ആദ്യം തിരുത്തിയത് പുരോഹിതന്മാരെ. സ്തോത്രം. ആകേണ്ടവരെയാണ് ആദ്യം മലാക്കി തിരുത്തുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ല. അന്ധതയുള്ളതും അതേപോലെ മുടന്തുള്ളതുമാകുന്ന മൃഗങ്ങളെ ഇവർ യാഗം കഴിക്കാൻ ആലയത്തിൽ കൊണ്ടുപോയി. സ്തോത്രം. ഇതിനെ ശക്തമായിട്ട് മലാക്കി എതിർക്കുവാനിടയായി തീർന്നു. ശ്രദ്ധിക്കണം, എതിർത്തു. രണ്ടാമത് എതിർത്തത് അവിശ്വസ്തതയെയും വിവാഹമോചനത്തെയുമാണ്. നിങ്ങൾ ഈ പ്രവചന പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഓരോ വാക്യമൊന്നും എടുത്ത് നമുക്ക് സമയമില്ല. അവിശ്വസ്തതയും വിവാഹമോചനവും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജനം അന്യ ദൈവങ്ങളെ സേവിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് കണ്ടിട്ട് ശക്തമായിട്ട് പ്രവാചകൻ അതിനെ തിരുത്തി. സ്തോത്രം. ശക്തമായിട്ട് പ്രവാചകൻ അതിനെ തിരുത്തി. പുറകിലൊക്കെ ചരിത്രമുണ്ട്, ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. സ്തോത്രം. കൂടാതെ
ഭർത്താക്കന്മാര് ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന ഒരു നിരന്തര അനുഭവം കണ്ടിട്ട് പ്രവാചകൻ ശക്തമായിട്ട് അതിനെ തിരുത്താനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത് അവിശ്വസ്തതയും വിവാഹമോചനവും ചെയ്യുന്ന ആൾക്കാരെ തിരുത്തി. 3, ദശാംശം നൽകാത്തവരെ തിരുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല എന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിലും പറയുമ്പോൾ ഇതും പറയണം, തിരുത്തിയ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശവും ദൈവത്തിന് കൊടുക്കേണ്ട വഴിപാടും ഇവർ കൊടുക്കാതെ വന്നപ്പോൾ പ്രവാചകൻ അതിനെ തിരുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെ നൽകണമെന്നുള്ള ശക്തമേറിയ നിർദ്ദേശം. നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ, അവിടെയാ പറയുന്നത്, സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് അവൻ നിങ്ങളെ സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. അപ്പൊ അത് തിരുത്തി. അല്ലെങ്കിൽ അടുത്ത 4-മത്തെ കാര്യം സാമൂഹിക അനീതിയാണ്. എന്ന് വെച്ചാൽ അനാഥരെയും വിധവമാരെയും അവര് വേല ചെയ്തിട്ട് അവരുടെ വേതനം, അവരുടെ കൂലി അവർക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലികൾ കണ്ട ആ പ്രവാചകൻ ശക്തമായിട്ട് അത് തിരുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന, അതിനെ ആരെയും മാറ്റി നിർത്തിയില്ല. പുരോഹിതന്മാരെയും ജനത്തെയും സകലരെയും ശാസിക്കാനും തിരുത്താനും ആ പ്രവാചകൻ മടി കാണിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? ആരെ മാറ്റി നിർത്തിയില്ല. ആദ്യം പറയുന്ന പുരോഹിതന്മാരോടാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ തിരുത്തേണ്ട മേഖലകളെ തിരുത്താൻ പറഞ്ഞിട്ടാണ് ദൈവീകമാകുന്ന സ്നേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്, ദൈവീകമാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ അകത്തൊരാശയം ഞാൻ പറയാം, ദൂതൊന്നുമല്ല, ഒരാശയം ഞാൻ പറയാം. നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താതെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്ന് വിചാരിക്കേണ്ട, നടക്കത്തില്ല. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തിരുത്തേണ്ട മേഖലകളെല്ലാം പ്രവാചകൻ ശക്തമായി അവരെ അറിയിക്കുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. മലാക്കിയുടെ പ്രവചന ശേഷം ഏകദേശം 400 വർഷം ഇസ്രായേലിന് പിന്നൊരു പുതിയ പ്രവചനമോ ദൂതോ ലഭിച്ചില്ലെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തെ നിശബ്ദ കാലഘട്ടം, സൈലന്റ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അവര് ദൈവശബ്ദം കേൾക്കുന്നത് യോഹന്നാനിലൂടെയും യേശു കർത്താവിലൂടെയുമാണ്. പിന്നെ ഇസ്രായേൽ ജനം ദൈവശബ്ദം കേൾക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 വർഷത്തിന്റെ കാലയളവിൽ ഹല്ലേലൂയ ഒരു പുതിയ ദൂതോ പ്രവചനമോ അവര് കേട്ടില്ല. എന്താ കാര്യം? ദൈവം അറിയിച്ച കാര്യത്തിന്റെ അകത്ത് തിരുത്തൽ വരുത്താൻ ഒരു അവസരം കൂടാണത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ചില സമയത്ത് സൈലന്റ് ആകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ സമയം നമ്മൾ എവിടെങ്കിലും ക്രമീകരിക്കാനുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ തിരുത്തലുകൾ നടത്തിയതിനു ശേഷമാണ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ എഴുതിയത്. അതിൽ ഒരു പദം മാത്രമാണ് നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്, സ്മരണ പുസ്തകം. എന്താണ് സ്മരണ പുസ്തകം? ഇനിയും ശ്രദ്ധിച്ചു കേൾക്കണം, നമുക്ക് ദൈവിക വചനത്തിലേക്ക് കടന്നു വരാം. എന്താണ് സ്മരണ പുസ്തകം? ഈ പുരാതന പേർഷ്യൻ രാജ്യങ്ങളിൽ അവിടെ ഒരു പതിവുണ്ടായിരുന്നു. ആ ഒരു പതിവിൽ നടന്നു വരുന്ന കാര്യത്തെയാണ് ദൈവത്തിന്റെ പ്രവാചകൻ ഇവിടെ എടുത്തുദ്ധരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ഭരിക്കുന്ന രാജാക്കന്മാരൊരു കാര്യം ചെയ്യും. അവർക്ക് വേണ്ടിയോ രാജ്യത്തിനു വേണ്ടിയോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്യുന്ന വിവരങ്ങൾ അവർ ഒരു ഭരണകൂട രേഖയായി എഴുതി വെക്കും. സ്തോത്രം. ഒരു ഭരണകൂട രേഖയായിട്ട് അവർ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അവരത് സൂക്ഷിക്കും. ഇതിനെ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയും. സ്തോത്രം. കേൾക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുസ്തകം എന്ന് പറയും.
നമുക്കറിയാം, സ്തോത്രം, അഹശ്വേരോസ് രാജാവിനെ കുറിച്ച് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ രാജാവിന്റെ പ്രാണന് വിരോധമായി വിഷയം വന്നു എന്ന് മൊർദെഖായി കൃത്യമായ വിവരം അറിയിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ വിവരം രാജാവിന്റെ ജീവനെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. തൽഫലം എന്തു സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ, മൊർദെഖായി ചെയ്ത ആ നല്ല കാര്യത്തിന് മൊർദെഖായിക്ക് അവിടെ പ്രതിഫലം കിട്ടിയില്ല. മൊർദെഖായിക്ക് പ്രതിഫലം കിട്ടിയില്ല, ബഹുമതി കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മറക്കാതെ അത് പുസ്തകത്തിൽ എഴുതി വെച്ചു. സ്തോത്രം. അത് പുസ്തകത്തിൽ എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ആ മനുഷ്യൻ ഉറക്കം കിട്ടിയില്ല. അഹശ്വേരോസ് രാജാവിനോ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, തന്റെ കൂടെ ജയിക്കാൻ അനേക സ്ത്രീകളുണ്ടായി. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഒരു തൃപ്തികരമല്ലായിരുന്നു. ഹല്ലേലൂയ. ഉറക്കം ലഭിക്കുന്നില്ല. അവസാനം എന്തു സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവന്ന് വായിച്ചു. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതുന്നതാണ് രാജാവിന് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ചെയ്യുന്ന ഉപകാരങ്ങളെ എഴുതി വെക്കുന്ന പുസ്തകമാണിത്. ഹല്ലേലൂയ. അവർ തുറന്ന് വായിക്കുമ്പോൾ ആദ്യം വായിക്കുന്നത് മൊർദെഖായി ചെയ്ത ഉപകാരമാണ്. അത് ഇന്നലകളിൽ മൊർദെഖായി ചെയ്ത ഉപകാരം. രാജാവിന്റെ ചോദ്യം, അവൻ ഇത് ചെയ്തതിന് അവൻ എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ, ബഹുമതി കൊടുത്തോ? അവര് പറഞ്ഞു ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മൊർദെഖായിക്ക് വേണ്ടുന്ന ബഹുമതിയും മൊർദെഖായിക്ക് വേണ്ടുന്ന പ്രതിഫലവും കൊടുത്തതായിട്ട് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ഒരു അനുഭവത്തെ എടുത്തുകൊണ്ടാണ് പേർഷ്യൻ രാജ്യങ്ങളിൽ രാജാക്കന്മാര് ഉപകാരം ചെയ്യുന്നവര് അവരുടെ വിവരങ്ങൾ, രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഈ പുസ്തകത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിനു വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ, ദൈവത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നിനക്കുടനെ പ്രതിഫലമൊന്നും ലഭിച്ചില്ലെങ്കിലും, ഉടനെ മറുപടി ഒന്നും ലഭിച്ചില്ലെങ്കിലും അത് മറക്കാതെ എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് സ്മരണ പുസ്തകം. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിലേ അടുത്ത ദൂതിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിനു വേണ്ടി നിലനിന്നതും ദൈവത്തിനു വേണ്ടി ചെയ്ത നന്മകളും ഉപകാരങ്ങളും, ദൈവത്തിനു വേണ്ടി നമ്മൾ നിലനിന്ന അനുഭവങ്ങളെ, ദൈവരാജ്യത്തിനു വേണ്ടി നമ്മൾ നിലനിന്ന അനുഭവങ്ങളെ എഴുതി വെക്കുന്ന പുസ്തകമാണ് സ്മരണ പുസ്തകം എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു ദൈവ ശബ്ദം ഈ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. 21 ദിവസത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ മറുപടി കിട്ടും എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഉടനെ മറുപടി കിട്ടിയേക്കാം, ചിലപ്പോൾ താമസം ഉണ്ടായേക്കാം. ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രിയിൽ ഉറപ്പിച്ചു പറയുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ഉടനെ മറുപടി കിട്ടിയാലും ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിലും ഈ 21 ദിനത്തെ അവൻ മറക്കാതെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെന്ന്. ഹല്ലേലൂയ. അവന്റെ സ്മരണ പുസ്തകത്തിൽ ഈ ദിവസങ്ങളെ അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് ഇന്നു രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആ വെളിപ്പാട് എത്ര പേർക്ക് ലഭിക്കപ്പെടുന്നുണ്ട്? ആ വെളിപ്പാട് എത്ര പേർക്ക് ലഭിക്കപ്പെടുന്നുണ്ട്? 21 ദിവസം
വേറിട്ട് സമയം ചിലവഴിച്ച് നീ ദൈവസന്നിധിയിൽ ഉപവസിച്ചത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നത്, അതിന്റെ മറുപടി ചിലപ്പോൾ നേരത്തെ വരാം, അതിന്റെ മറുപടി ചിലപ്പോൾ വൈകാം. പക്ഷെ ദൈവാത്മാവ് ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഈ 21 ദിവസത്തെയും അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഈ 21 ദിവസത്തെയും അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ദൈവാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിച്ചത് ഞാൻ കൈമാറാം. ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് ആശീർവാദം പറയും, നാളെ നമ്മൾ നമ്മുടേതാകുന്ന പല കാര്യങ്ങളിലേക്ക് ഏർപ്പെടും. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഉപവാസത്തെ കുറിച്ച് ഓർക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് മറന്നുപോകാം. അടുത്ത പ്രാർത്ഥനകളിൽ, അടുത്ത കൂട്ടായ്മകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനെ ചിലപ്പോൾ മറന്നുപോകാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നൊരു ദൂത് ഞാൻ കൈമാറാം. ഹല്ലേലൂയ, ഉപവസിച്ചവർ മറന്നാലും, ഈ മീറ്റിംഗിൽ കയറി ഇറങ്ങിപ്പോയവർ മറന്നാലും, ഇതിന്റെ അകത്ത് വന്ന് പ്രസംഗിച്ചു പോയവർ മറന്നാലും, മറക്കാത്തൊരു പുസ്തകത്തിൽ ഇതിന്റെ ഈ പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് ഇന്നു രാത്രി ദൈവാത്മാവിന്റെ ഉറപ്പ് കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഹല്ലേലൂയ. പലരുടെ ഓർമ്മയിൽ നിന്ന് ഇത് മാറിപ്പോയാലും, പലരുടെ മനസ്സിൽ നിന്ന് ഇത് മാറിപ്പോയാലും, പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുന്നൊരു ദൂത് ഞാൻ പറയാം. ഈ 21 ദിവസവും അവൻ എഴുതേണ്ടടുത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഈ 21 ദിവസവും അവൻ എഴുതേണ്ടടുത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് ഇതിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ അകത്ത് ആരുടെ പേരുകൾ എഴുതുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പുസ്തകത്തിന്റെ അകത്ത് ആരുടെ പേരുകൾ എഴുതുന്നത്? സ്തോത്രം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറയാം, കാരണം എനിക്ക് പ്രധാനപ്പെട്ട ദൂതിലേക്ക് വരണം. ഒന്ന്, ഈ മലാഖിയുടെ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്നവർ. ആമേൻ. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എന്തോ ഒരു രൂപം കണ്ട് പേടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആണോ? എന്തോ ഒരു രൂപം കണ്ടിട്ട് പേടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നതിന്റെ പുറകിൽ ഒരു ബഹുമാനം ഉണ്ട്, അല്ലേ? ഒരു ബഹുമാനമുണ്ട്. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നതിന്റെ പുറകിൽ ഒരു ബഹുമാനം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ലാതെ നമ്മളൊരു രൂപം കണ്ട് പേടിച്ച് ഭയപ്പെടുകയല്ല. ആണോ? അല്ല. അതിന്റെ പുറകിൽ ഒരു ബഹുമാനമുണ്ട്. നമ്മുടെ ദൈവത്തോട് ഒരു ബഹുമാനം, ഒരു ഭക്തി നമുക്കുണ്ട്. സ്തോത്രം. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവർ അവരെപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. സ്തോത്രം. ചിലരൊക്കെ പ്രാർത്ഥിക്കാറില്ല, കർത്താവേ നിന്റെ മുൻപിൽ ഞാൻ ഒരാൾ പ്രാർത്ഥിച്ച് കേട്ടതാ, നിന്റെ മുമ്പിൽ ഞാൻ കർത്താവേ ഒരു പുഴുവാണ് എന്നാ പ്രാർത്ഥിച്ച്. ഞാൻ ഓർത്ത്, പുഴുവോ? സ്തോത്രം. ഈ ലേഖനങ്ങളെ കുറിച്ച് ഒരു അറിവില്ലാത്തതിന്റെ പ്രശ്ന. എന്താ കാണിക്കുന്നേ? താഴ്മയും ദൈവത്തോടുള്ള വലിയ ഭക്തിയും ബഹുമാനം വരുന്നയാ വാക്കില്. സ്തോത്രം. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞ ഈ 4 പേരെ കാണിക്കുന്നതല്ല ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തെ സ്നേഹിക്കും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കും. ഇനി ഞാൻ പറയാം, അടുത്ത ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം.
ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ വെറുക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ഭയപ്പെടുന്നത്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? അവരിഷ്ടപ്പെടത്തില്ല, അവര് വെറുക്കും. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്താണ്? ഇഷ്ടപ്പെടാത്തത് എന്താണ്? അത് പാപമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പാപിയെ സ്നേഹിക്കുമ്പോൾ തന്നെ കർത്താവ് പാപത്തെ വെറുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈവത്തെ ഭയപ്പെടുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ വിശുദ്ധിയെ സൂക്ഷിക്കുകയാണ്. അപ്പം ഈ പുസ്തകത്തിന്റെ അകത്ത് ഒന്നാമത് എഴുതപ്പെടുന്നത് ദൈവത്തെ സ്നേഹിച്ചും ദൈവിക വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവത്തെ ഭയപ്പെടുന്നവരാണ് അവൻ ഇതിന്റെ അകത്ത് എഴുതി വെക്കുന്നത്. ഒന്നാമത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വതന്ത്രം. രണ്ടാമത്തെ കാര്യം, ദൈവനാമത്തെ ധ്യാനിക്കുന്നവരാണ്. ദൈവത്തിന്റെ നാമത്തെ, വചനത്തെ ധ്യാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെതാകുന്ന ചിന്തകളുണ്ട്, ഈ ലോകത്തിൻ്റെതാകുന്ന കാര്യങ്ങളുണ്ട്. അതിൽ മുഴുകാതെ ദൈവീകമാകുന്ന കാര്യങ്ങളിൽ ധ്യാനിക്കുകയും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവരുടെ ഹല്ലേലൂയ അനുഭവങ്ങളെയാണ് അവൻ ഇതിന്റെ അകത്ത് രേഖപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വചനം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം ചെയ്യുന്നു. അല്ലാതെ ഈ ലോകപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നുമല്ല. സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് എപ്പോഴും ഈ വചനത്തെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഒരു ചിന്താഗതി എപ്പോഴും അവരുടെ ഉള്ളിൽ കാണും. ഇനി മൂന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, പരസ്പരം വിശ്വാസം പങ്കുവെക്കുന്നവരാ. എന്ന് വെച്ചാൽ ഒരുവൻ വിശ്വാസത്തിൽ തളർന്നു പോയാൽ അവനെ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം അവരുടെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് എഴുതി വെക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഈ നമ്മളിപ്പം ഒരു ഫോണൊക്കെ വിളിച്ച സ്തോത്രം, ഹല്ലേലൂയ, ഈ വചനങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യണം? സംസാരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഈ കുറ്റവും കുറവൊന്നും അത് പറയാനായിട്ട് ചിലർ വിളിക്കും. അങ്ങനെ വിളിക്കരുത്. ശരി, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിളിച്ച് ദൈവമക്കളൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വചനം പറയണം. എവിടെങ്കിലും അവരൊക്കെ തളർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒറ്റ വാക്കുകൊണ്ട് അവരെന്ത് ചെയ്യണം? ബലപ്പെടണം. അല്ലാതെ ഉള്ള കാറ്റും കൂടെ കുത്തിപ്പൊട്ടിച്ച് പോകരുത്. സ്തോത്രം. എന്ത് ചെയ്യണം? നമ്മൾ അവരെ ബലപ്പെടുത്തണം, നമ്മൾ അവരെ ഉറപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈ പല വിഷയങ്ങൾ ഇപ്പൊ കുറവുകൾ ദൈവം വെളിപ്പെടുത്തിയാലും വിടുതൽ വെളിപ്പെടുത്തിയാലും ഞാൻ അവരോടെല്ലാം എല്ലാം സംസാരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ചെയ്യും എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം? വിശ്വാസത്തെ ഹല്ലേലൂയ പ്രഖ്യാപിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യണം. സ്തോത്രം. അങ്ങനെയുള്ളവർ സംസാരിക്കുന്നതാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്. ആ വാക്യനകത്തുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ സംസാരിക്കുന്നതാണ് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കുറ്റവും കുറവും പറയുന്നതല്ല ദൈവം കേൾക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പരസ്പരം വിശ്വാസ വർധനവിന് വേണ്ടി സംസാരിക്കുന്നത് ദൈവം എന്ത് ചെയ്യുന്നു? ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഞാനും കർത്താവിന്റെ ദാസി ആന്റി എന്നെ വിളിക്കുന്ന സമയത്തും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങള് സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആത്മീയ കാര്യങ്ങളാണ്.
ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആത്മീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്ലസ് പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സമയം പോകുന്നേ അറിയത്തില്ല. രണ്ട്, നമുക്ക് പുതിയ പുതിയ എന്താ പറയാ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ലഭിക്കപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ന് വെച്ച് നാളെ മുതൽ നിങ്ങൾ വിളിച്ചോ സംസാരിച്ചോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അനുഭവം പറഞ്ഞതാ. ഹല്ലേലൂയ. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനെക്കാട്ടിലും ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ളൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോ ദൈവത്തെ ഭയപ്പെടുകയും ദൈവീക വചനങ്ങളെ ധ്യാനിക്കുകയും പരസ്പരം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന സംസാരിക്കുന്ന അവരെ കുറിച്ചാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത ദൂത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പുസ്തകത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ കുറിച്ചു വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്മരണ പുസ്തകം ദൈവം ഒരുക്കി ക്രമീകരിക്കുമ്പോൾ അതിനകത്ത് ദൈവം കുറിച്ചു വെക്കുന്നത് എന്താണ്? ഒന്ന്, ശ്രദ്ധിച്ചു കേൾക്കണം, രഹസ്യമായ പ്രാർത്ഥനയും കണ്ണുനീരുമാണ്. സ്തോത്രം. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ കടക്കുകയാ. രഹസ്യമായ പ്രാർത്ഥനയും കണ്ണുനീരും ഈ പുസ്തകത്തിന്റെ അകത്തവൻ രേഖപ്പെടുത്തി വെക്കും. എന്താ അതിന്റെ അർത്ഥം? ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ ഡിവൈസിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആരും കാണാതെ നീ കരഞ്ഞ രാത്രിയില്ലേ? ചൂടാര ശന്തന അർത്ഥന, യേശുവിന്റെ നാമത്തിൽ ആരും കാണാതെ നീ കരഞ്ഞ രാത്രികളില്ലേ? നീ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിച്ച സമയങ്ങളില്ലേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നോണേ. യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ആ ദൂതിന്റെ ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഹൃദയങ്ങളെ വിവേചിച്ച ദൈവം ഇടപെടുന്നേ, ഹൃദയങ്ങളെ വിവേചിച്ച പരിശുദ്ധാത്മാവ് ഇടപെടുന്നേ. എല്ലാരും കിടന്നുറങ്ങിയപ്പോ രാത്രി നീ പ്രാർത്ഥിച്ചില്ലേ ഇരുന്ന്? എല്ലാരും ഉറങ്ങിയപ്പോ നീ രാത്രി ഇരുന്ന് കരഞ്ഞില്ലേ? പല വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയമില്ലേ? ഈ സമയത്തെ നീ മറന്നെങ്കിലും അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. രഹസ്യമായി നീ പ്രാർത്ഥിച്ചതും രഹസ്യമായി നീ ഒഴുക്കിയതും അവൻ ഹല്ലേലൂയ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിന്റെ അകത്താ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ് പറയുന്നത് 56:8 പറയുന്നത്, എന്റെ ഉഴൽച്ചളെ അവൻ എണ്ണുന്നു, എന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം എന്താ പറയുന്നത്? അത് നിന്റെ പുസ്തകത്തിൽ. രാമൻ എത്ര പേര് പറയും ഹല്ലേലൂയ? പഴയ നിയമ ഭക്തൻ അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നതും ഞാൻ ദൈവത്തോട് കരയുന്നതും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും തൂകിപ്പോയിട്ടില്ല, മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് അവന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വചനത്തിന്റെ വെളിപ്പാടിലൂടെ ദൈവാത്മാവ് ഇടപെടുകയാണ്. നീ ദൈവസന്നിധിയിൽ കരഞ്ഞതും നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും നീ ദൈവത്തോട് നിലവിളിച്ചതുമാകുന്ന സമയങ്ങൾ, അല്ലെ, ഓരോ മിനിറ്റുകളും, ഹല്ലേലൂയ, നീ മറന്നുപോയെങ്കിലും മറക്കാതെ ഒരുവൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുറിക്കുന്ന പുസ്തകമാണ് സ്മരണ പുസ്തകം. എത്ര പേർക്ക് ഉറപ്പുണ്ട്?
എന്റെ ചോദ്യം, രാത്രിയിൽ ഇരുന്ന് കരഞ്ഞത് കണ്ടത് ഒരുവനേ ഉള്ളൂ, ദൈവം മാത്രം. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് കണ്ടത് ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം. ദൈവം. വേറെ തെളിവുണ്ടോ? അല്ലെ, കരഞ്ഞ നിനക്ക് വേറെ തെളിവുണ്ടോ? ഉണ്ട്. അല്ല, അതാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. നീ കരഞ്ഞത് ഡേറ്റും സമയവും അടക്കം അവനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ആ പുസ്തകമാണ് സ്മരണ പുസ്തകം. നമ്മൾ ചോദിക്കാറില്ലേ, കർത്താവേ ഞാൻ കരഞ്ഞത് നീ കണ്ടില്ലേ? ഞാൻ കരഞ്ഞതിനൊരു മറുപടി എനിക്കില്ലേ? ചോദിക്കാറില്ലേ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്. ഹല്ലേലൂയ. അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്നതും കരയുന്നതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തിരിക്കുന്ന നിന്റെ ഹൃദയത്തെ വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ. രണ്ട് ഈ പുസ്തകത്തിൽ എന്തുവാ കുറിക്കുന്ന രണ്ടാമത്തെ കാര്യം? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതകള്. എന്തുവാ കഷ്ടതകള്? ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നെ നിന്ദിക്കുന്നവരില്ലേ? നിന്നെ പരിഹസിക്കുന്നവരില്ലേ? ചൂടാര ഇല്ലേ? യേശുവിന്റെ നാമത്തിൽ നിന്നെ നിന്ദിക്കുന്നവരില്ലേ? കുടുംബത്തിന്റെ അകത്തില്ലേ? സഹോദരങ്ങളുടെ ഇടയിലില്ലേ? കൂട്ടുവേലക്കാരുടെ ഇടയിലില്ലേ? ദേശത്തില്ലേ? നിന്നെ നിന്ദിക്കുന്നവരില്ലേ? ദൈവത്തിനു വേണ്ടിയും ദൈവനാമത്തിനു വേണ്ടിയും നിൽക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നീ അനുഭവിക്കുന്ന ചില കഷ്ടതകളില്ലേ? വേദനകളില്ലേ? ഹല്ലേലൂയ. അത് പറഞ്ഞു വിട്ടെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? ആ സമയം കഴിഞ്ഞു പോയെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നോ. ആ സമയത്ത് നീ അനുഭവിച്ച കഷ്ടതയും നിന്ദകളും പരിഹാസങ്ങളും വേദനകളും അവൻ എഴുതി വെച്ചിരിക്കുന്നു. അവൻ എഴുതി വെച്ചിരിക്കുന്നു. അവൻ എഴുതി വെച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. നിന്നെ പരിഹസിച്ച പരിഹാസങ്ങളില്ലേ? നിന്നെ നിന്ദിച്ച നിന്ദവാക്കുകളില്ലേ? ആർക്ക് വേണ്ടിയാ ഇത് കേട്ടെ? എന്തിനു വേണ്ടി ഇത് കേട്ടെ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൈവശബ്ദം, ഹല്ലേലൂയ, പറഞ്ഞവൻ മറന്നാലും കേട്ട നീ മറന്നാലും ഞാനത് എഴുതി വച്ചിരിക്കുന്നു. ചൂടാര ശബ്ദന. യേശുവിന്റെ നാമത്തിൽ. ഇതൊക്കെ ചിലരൊക്കെ ഈ ദൂത് ഞാൻ പറയുമ്പോ തന്നെ ചിലരൊക്കെ കേട്ട ചില വാക്കുകൾ അവരുടെ ഓർമ്മയിലേക്ക് വരുന്നത് ദൈവനെ കാണിക്കുന്നു. അവരനുഭവിച്ച സാഹചര്യം ദൈവാത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ. ഞാൻ വ്യക്തിപരമായി ദൂതിലേക്ക് ഇപ്പോ കടക്കുന്നില്ല, പക്ഷെ ദൈവാത്മാവ് കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ 21ാമത്തെ ദിനരാത്രിയിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ഉറപ്പാ ഞാൻ പറയുന്നത്. നീ അനുഭവിച്ച നിന്ന, നീ അനുഭവിച്ച പരിഹാസ സമയം അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം കേട്ടോണം. രഹസ്യമായി ദൈവത്തിന് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ ആരും അറിയാതെ ചെയ്ത ചില നല്ല പ്രവർത്തികളില്ലേ? ഒരാമേൻ എത്ര പേര് പറയും? നല്ല പ്രവർത്തികളില്ലേ? ആരും അറിഞ്ഞില്ല ചെയ്തതേ. അവർക്കൊരു പ്രയാസം വന്നപ്പോൾ നീ ചെയ്തില്ലേ? അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നീ ചെയ്തില്ലേ? നോട്ടീസ് അടിച്ചില്ലെന്നേ ഉള്ളൂ, ഫ്ലെക്സ് വെച്ചില്ലെന്നല്ലേ ഉള്ളൂ, ചെയ്തില്ലേ? മത്തായി 6:4 പറയുന്നത് പോലെ വലം കൈ ചെയ്തത് ഇടം കൈ അറിയാതെ
നീ ചെയ്തില്ലേ? നീ ചെയ്തത് എഴുതുന്നത് ഈ പുസ്തകത്തിലാ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ രഹസ്യമായി ഹല്ലേലൂയ ചെയ്ത നല്ല പ്രവർത്തികളെ ഈ പുസ്തകത്തിന്റെ അകത്ത് അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ചിലർക്കുള്ള ഉറപ്പാ കേട്ടോ, ഉറപ്പാ. നീ ചെയ്തത് ആരും കണ്ടില്ലെന്നാണ് നിന്റെ വിചാരമെങ്കിൽ അല്ല. നോ നോ, ഇത് കണ്ടവൻ എഴുതി വെച്ചിരിക്കുന്നു, ഇത് കണ്ടവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. തിരിച്ചറി. ഇന്ന് രാത്രി ആ ബോധ്യം ഒന്ന് മനസ്സിലാക്കിയത്. സ്വോത്രം. ചെയ്തപ്പോ പറഞ്ഞില്ലേ, ഞാനും നീയും ദൈവം അല്ലാതെ വേറെ ആരും ഇതറിയരുത്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ആരോടും പറയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുസ്തകത്തിന്റെ അകത്ത് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം ആ സ്മരണ പുസ്തകം. ഒരു കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. നമ്മുടെ സംഭാഷണങ്ങൾ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ സംഭാഷണങ്ങൾ. ഏതാ? കേരളത്തിന്റെ പുതിയ ബഡ്ജറ്റ് സംസാരിക്കുന്ന അല്ല ഇതിനകത്ത് എഴുതുന്നത്. അതിനെതിരെ പ്രതിപക്ഷം പറയുന്ന അല്ല ഇതിനകത്ത് എഴുതുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് കർത്താവെ എഴുതിക്കോ എന്ന് പറഞ്ഞ എഴുതത്തൊന്നുമില്ല. സ്തോത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്നെ ഒന്നാമത്തെ ദിവസമൊക്കെ വിളിക്കണ്ട, ആന്റി 21 കൊണ്ടിട്ടിരിക്കുക, ഞാൻ എന്ത് ചെയ്യാൻ? കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ ലോകത്തിൻ്റെതാകുന്ന ജഡത്തിൻ്റെതാകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല ഈ പുസ്തകത്തിന്റെ അകത്ത് കുറിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ദൈവവചനവും ആത്മീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫോൺ എടുത്ത് വിളിച്ച് ആത്മീയ കാര്യങ്ങളും വചനമൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് കിടന്നുറങ്ങി. പക്ഷെ അതെല്ലാം ഒരു ദൈവം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തുറക്കുന്ന സമയം, ഞാൻ അതിലേക്ക് വരാം ലാസ്റ്റ്. ഇത് തുറക്കുന്ന സമയം, ഇന്ന ദിവസം ഇന്ന സമയം ഇത്ര മണിക്കൂർ വചനത്തിൽ നിന്നും ആത്മീയ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചത് അവൻ വെളിപ്പെടുത്തും. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ വളരെ പ്രാർത്ഥനയോടെ പറയാം, സംഭാഷണമൊക്കെ വളരെ ഇനി 21 കഴിയുമ്പോഴേ സംഭാഷണമൊക്കെ വളരെ തന്റെ ഭക്തന്മാർ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മനസ്സിലായോ? രഹസ്യമായി പ്രാർത്ഥിച്ചതും കരഞ്ഞതും ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ അനുഭവിച്ച നിന്ദയും കഷ്ടതയും ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും അറിയാതെ നീ ചെയ്ത ഉപകാരം ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ സംസാരിച്ച ആത്മീയ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനപ്പോ ഈ വചനം ഇങ്ങനെ ധ്യാനിച്ച് എന്റെ പ്രാർത്ഥനാ മുറി പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയോ? നിങ്ങൾക്ക് തോന്നിയോ? എടാ, ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ആവശ്യം ദൈവത്തിനുണ്ടോ? സർവജ്ഞാനി അല്ലേ? സർവജ്ഞാനി. ദൈവത്തിന് ഇങ്ങനത്തെ ഒരു പുസ്തകത്തിന്റെ ആവശ്യകത ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചോ? എന്നാ ഞാൻ പറയാം, ദൈവത്തിന് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല. ഇല്ല. നമുക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പുസ്തകമല്ല, കുറെ പുസ്തകം ആവശ്യമാണ്. കാരണം നമുക്കെല്ലാം ഓർമ്മക്കുറവാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവത്തിന് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ആവശ്യകത ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു പുസ്തകം അതിൽ എഴുതിയിരുന്നത്? അത് ദൈവത്തിന് ഓർക്കാനല്ല, നമ്മളെ ഉറപ്പിക്കാനാ. നമ്മളെ ഉറപ്പിച്ചു നിർത്താനാ. മനസ്സിലായില്ല പറഞ്ഞത്? മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, നീ ഞങ്ങളെ മറന്നോ?
ഏ സ്തോത്രം. ദൈവത്തെ ഓർത്ത് 21 കഴിയുമ്പോൾ ചോദിക്കരുത്. ഇതിനു മുമ്പ് ചോദിച്ചത് പോട്ടെ, സോറി പറഞ്ഞു വിടാം. ഇത് കഴിഞ്ഞ് ചോദിക്കരുത് കേട്ടോ. പല വിഷയവും പ്രാർത്ഥിച്ചിട്ട് ദൈവമേ മറന്നോ ചോദിക്കല്ലേ, ശ്രദ്ധിച്ച് കേൾക്കണേ. അവര് ചോദിച്ച ചോദ്യമാ, ദൈവമേ നീ ഞങ്ങളെ മറന്നോ? തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സേവിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? അവര് ചോദിക്കുക, എന്ത് പ്രയോജനം? നീ ഞങ്ങളെ മറന്നോ? ദൈവത്തെ സേവിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? എന്താ കാരണം ചോദിക്കാൻ? ദൈവത്തെ സേവിക്കാത്തവർ അവർക്ക് ഒരു കുറവുമില്ല. അവര് സുഖത്തോടെ സന്തോഷത്തോടെ നന്നായി പോന്നു. ദൈവത്തെ സേവിക്കുന്ന ഞങ്ങൾക്കോ ഈ ബുദ്ധിമുട്ടും കഷ്ടതയും കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഇല്ല. നിങ്ങൾ ഈ മലാഖി ഒന്നും വായിച്ചിട്ടില്ല. സ്തോത്രം. ഇനി മലാഖി വായിക്കണ്ട, ഇന്നലകളിൽ പറഞ്ഞു ഓർത്താൽ മതി. അപ്പൊ ഇതുമായിട്ട് കണക്റ്റഡ് ആയി. ഇവരിത് പറയാൻ കാര്യം തന്നെ, ദൈവം മറന്നോ, ദൈവത്തെ സേവിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് ഇവര് പറയാൻ കാര്യം തന്നെ. ദുഷ്ടന്മാര് അവർക്കൊരു പ്രശ്നവും ഇല്ല, അവരുടെ ജീവിതം നന്നായാ പോന്നേ. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിന് എന്തിനാ ഈ പുസ്തകം? സർവജ്ഞാനിയായ ദൈവം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിനല്ല, നമുക്കാണ്. ഈ സാഹചര്യത്തിന്റെ നടുവിലാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ പറയുന്നത്, ഹല്ലേലൂയ, അവൻ നിങ്ങളെ മറന്നിട്ടില്ല. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? അവൻ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളുടെ ചെറിയ വിശ്വസ്തത പോലും അവനൊരു പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ, നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഈ വചനവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകനിലൂടെ ആ പുസ്തകത്തെ കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോയാലും നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്തത് ചെറിയ വിശ്വസ്തത പോലും അവൻ മറക്കാതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹാലേലൂയ, ഹാലേലൂയ. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടിരിക്കണം, പ്രാർത്ഥനയോടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അവരോട് പറയാം, നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്നതും നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്തതും ഹല്ലേലൂയ മറക്കാതെ രേഖപ്പെടുത്തി അവൻ വെച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്നതും നിങ്ങൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതും അവൻ നിങ്ങളെ മറന്നിട്ടില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഹല്ലേലൂയ. അവൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മറന്നില്ലെന്നും നിങ്ങളെ അവൻ ഓർക്കുന്നെന്നും പ്രവാചകൻ ഒരു വാക്കിൽ പറഞ്ഞു നിർത്താനല്ല ദൈവാത്മാവ് അവനോട് പറഞ്ഞത്. മറിച്ച് നീ അവരോട് പറയണം, ദൈവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവരെ ഇപ്പോഴും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. മറന്നിട്ടില്ലെന്നൊരു വാമൊഴിയല്ല, ഹല്ലേലൂയ ഓർക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വാമൊഴിയല്ല, കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു.
ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം മറന്നോ, ദൈവം ഉപേക്ഷിച്ചോ, ഹല്ലേലൂയ എന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്റെ അകത്തളങ്ങളിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, അവൻ മറക്കുന്ന ദൈവമല്ല. അവൻ ഹല്ലേലൂയ സ്മരണ പുസ്തകത്തിൽ നീ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചെയ്തത് അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഇത് പറയുന്നത് വചനമാണ്. ഇത് പറയുന്നത് വചനത്തിന്റെ തെളിവാണ്. ഇത് പറയുന്നത് വചനത്തിന്റെ വെളിപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഓരോ ദിവസവും വേറിട്ട് ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. നീ ദൈവത്തിന് വേണ്ടി ചെയ്തത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ചിലരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ദൈവാത്മാവ് പറയുന്നു, എന്നെ മറന്നോ, ദൈവം എന്നെ ഓർക്കുന്നില്ലേ എന്ന് നീ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിട്ട് ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ഇല്ല. അവൻ 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 അല്ലെ സർവശക്തനാകുന്ന കർത്താവ് അത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ എഴുതിയെന്ന്? ഇങ്ങനൊരു പുസ്തകം എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് ഓർമ്മക്കുറവുണ്ടായിട്ടല്ല, ജനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ, നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ക്രമീകരണം പ്രവാചകനിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്. സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ പുസ്തകം തുറക്കുന്നൊരു സമയമുണ്ട്. ഇപ്പൊ ദൈവം എഴുതിക്കൊണ്ടിരിക്കുക. ജൂൺ 21 ഈ സൺഡേ, ഈ രാത്രി ദൈവം എഴുതിക്കൊണ്ടിരിക്കുക. ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടോണം കേട്ടോ. ദൈവം എഴുതിക്കൊണ്ടിരിക്കുക. എന്താ? ഓർമ്മക്കുറവുണ്ടായിട്ടല്ല, നമ്മളെ ഉറപ്പിക്കാൻ. നമ്മുടെ പ്രാർത്ഥന അവൻ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പ്രസംഗിക്കുന്നത് അവൻ എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ ഇരുന്ന് സ്തുതിക്കുന്നത് അവൻ എഴുതിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൂതിന്റെ പ്രധാന ഭാഗത്തേക്ക് വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലി, ഈ പുസ്തകം തുറക്കുന്നൊരു സമയമുണ്ട്. ഈ പുസ്തകം തുറക്കുന്നൊരു സമയമുണ്ട്. ഓ കൃപ, കൃപ. യേശുവിന്റെ നാമത്തിൽ ഈ പുസ്തകം തുറക്കുന്നൊരു സമയമുണ്ട്. ആ സമയം ഏതാണെന്ന് മലാക്കി തന്നെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാനിരിക്കുന്ന ദിവസം. ഒരാമയം പറയാവോ? പ്രത്യാശയുള്ള ഒരു രാമയം പറയാവോ? ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ചൂള കത്തുന്നത് പോലെ ഒരു ദിവസം വരും. ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസം. നമ്മുടെ പ്രത്യാശ എന്തുവാ? ആ ദിവസത്തിന് വേണ്ടിയാ നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു പുസ്തകം അവിടെ പറയുന്നുണ്ട്, ജീവന്റെ പുസ്തകം. വിശദീകരിക്കാൻ നേരമില്ല. എന്താ ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു മനുഷ്യൻ അവന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിച്ച് വായികൊണ്ട് അവനത് പ്രഖ്യാപിക്കും. അപ്പൊ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് അവൻ അത് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ നിന്ന് അവന്റെ പേര് വെട്ടും. ആ പേരെഴുതുന്നത് ജീവന്റെ പുസ്തകത്തിലാണ്. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. ജീവന്റെ പുസ്തകത്തിലാ. എന്താ സ്മരണ പുസ്തകം? ഈ രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തികളും എഴുതുന്നതാണ് സ്മരണ പുസ്തകം. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് പുസ്തകത്തിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമ്മൾ കാണിച്ച ഭക്തിയും സ്നേഹവും ഞാൻ മുമ്പേ പറഞ്ഞു, ഇതിനകത്ത് കുറിച്ചിരിക്കുന്ന കാര്യങ്ങള് അതെല്ലാം ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തി വെക്കും. അപ്പൊ രക്ഷിക്കപ്പെടുന്നത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പേര് ഭൂമിയിൽ നിന്ന് വെട്ടി ജീവന്റെ പുസ്തകത്തിൽ എഴുതും. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും
ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുന്ന പുസ്തകമാണ് സ്മരണ പുസ്തകം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തുറക്കുന്ന, ഈ പുസ്തകങ്ങൾ തുറക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ദിവസം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി ഞാൻ ദൂതിലേക്ക് വരുന്നു, ദൂതിലേക്ക് ഞാൻ വരാം. ഈ പുസ്തകത്തിന്റെ അകത്ത് ദൈവം നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ളവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഉറപ്പില്ലാത്തവര് ദൈവത്തെ ഓർത്ത് മിണ്ടരുത്. ഉറപ്പുള്ളവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ അകത്ത് എന്റെ പേരും ദൈവം എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ, അവരെ കുറിച്ച് പ്രവാചകൻ എഴുതി, നിങ്ങൾ അവന് സവിശേഷ സമ്പത്താണ്. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഒന്നും കൂടെ കയറി പറഞ്ഞ, നീ ദൈവത്തിന്റെ സമ്പത്താണെന്ന്, നീ ദൈവത്തിന്റെ സമ്പത്താണെന്ന്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇതിനെ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്, ഒന്നുകൂടെ വ്യക്തമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരപ്പൻ തന്നെ സേവിക്കുന്ന മകനെ ആദരിക്കുന്നത് പോലെ, ഒരപ്പനെ സേവിക്കുന്ന മകൻ, ആ മകനെ അപ്പൻ ആദരിക്കുന്നത് പോലെ ദൈവം ആദരിക്കും. ആരെ ആദരിക്കുന്നത്? ഈ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നവരെ അവൻ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ അവരാണ് അവന്റെ സവിശേഷ സമ്പത്ത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പര്യവസാനിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി തിരിച്ചറിയണം, ഒരു സ്മരണ പുസ്തകം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച്, ആ പുസ്തകത്തിന്റെ അകത്ത് അവൻ നമുക്ക് വേണ്ടി പല എഴുതി ചേർക്കുമ്പോൾ, രേഖപ്പെടുത്തി ചേർക്കുമ്പോൾ, ഇന്ന് രാത്രി തിരിച്ചറിയേണ്ട ഒരു വെളിപ്പാടാ ഞാൻ പറയുന്നേ. നീ അവന്റെ സമ്പത്തായതുകൊണ്ട്, നീ അവന്റെ സ്വത്താണെന്നുള്ള ഒരു വെളിപ്പാട് ഇന്ന് രാത്രിയിൽ എബൈഡ് മിനിസ്ട്രിക്കകത്തുള്ള ദൈവമക്കൾ തിരിച്ചറിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരപ്പന്റെ ഏറ്റവും വലിയ സ്വത്ത് അവന്റെ മക്കളാണ് എന്ന് പറയുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് മാറുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഈ മിനിസ്ട്രി ദൈവത്തിന്റെ സ്വത്താണ്. ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? എത്ര പേര് ആമേൻ പറയും ഇതിന്? ഈ മിനിസ്ട്രി, ഞാൻ ആ ഒരു വെളിപ്പാടിലേക്ക് വരാനാ ഈ വചനം നിങ്ങളുടെ അകത്തലങ്ങളിലേക്ക് തന്നത്. ഈ മിനിസ്ട്രി ദൈവത്തിന്റെ സമ്പത്താണെന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെടുകയാണ്. ഇതിന്റെ അകത്ത് ആരാധിക്കുന്ന നീ ദൈവത്തിന്റെ സ്വത്താണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പാട് കൈമാറുകയാണ്. ഇന്ന് രാത്രി കണ്ണുകളടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുകളടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരെല്ലാം ഓണാക്കുക. അല്പനേരം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പലരും നിന്നെ മറന്നാലും, പലരുടെ ഓർമ്മയിൽ നിന്നും നിന്നെ മറന്നു കളഞ്ഞാലും, പലരുടെ മനസ്സിൽ നിന്നും നിന്നെ മറന്നു കളഞ്ഞാലും, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മിനിസ്ട്രിയും ദൈവാത്മാവെന്നോട് ഇടപെടുന്ന അവന്റെ സ്വത്താണിത്, അവന്റെ സമ്പത്താണിത്. പ്രാർത്ഥിക്കുക. ഈ 21ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ മിനിസ്ട്രിയെ നോക്കി കൈമാറുന്ന ഒരു വചന വെളിപ്പാടിന്റെ ദൂതാണ്. ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന വെളിപ്പാടാണ്. നിങ്ങൾ പിശാചിന്റെ കൈകളിൽ അമ്മാനമാടാനുള്ള ഉപകരണമല്ല, നിങ്ങൾ അവന്റെ സ്വത്താണ്, നിങ്ങൾ അവന്റെ സമ്പാദ്യമാണ്. നന്ദിയോടെ പ്രാർത്ഥിക്കും, നന്ദിയോടെ പ്രാർത്ഥിക്കും. ചൂടാര ശന്തന റഖദനജ ഹുഡമന ഹത്തുന റീബാന ബൗഷിയാത്മജന. ദൈവസന്നിധിയിൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ, അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ, അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ.
നീ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് നീ സേവിക്കുന്നവന്റെ കയ്യിലുണ്ടെന്ന് ഇന്നു രാത്രി ദൈവം ഇടപെടുന്നു. നീ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് അവന്റെ കൈവശമുണ്ട്. അതാണ് സ്മരണയുടെ പുസ്തകം. ഇന്ന് രാത്രി നന്ദിയോടെ സ്തുതിക്ക്. വാ തുറന്ന് അല്പനേരം ചൂടാര ശബ്ദന ദൈവാത്മാവനോട് ഇടപെടുന്നു. നിന്നെ കുറിച്ച് പലർക്കും വിലയില്ലെങ്കിലും, ഈ മിനിസ്ട്രിയെ കുറിച്ച് പലർക്കും വിലയില്ലെങ്കിലും ദൈവാത്മാവനോട് പറയുന്നു, ദൈവത്തിന്റെ സമ്പാദ്യമാണിത്, ദൈവത്തിന്റെ സ്വത്താണിത്. പലർക്കും ഇതിനെ വിലയില്ലെങ്കിലും ദൈവത്തിന് ഇതിന് വിലയുണ്ടെന്ന് ഇന്നു രാത്രി ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ അല്പനേരം വാ തുറന്ന് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എങ്ങനെ നിങ്ങളെ നിയോഗിക്കുന്നോ, ദൈവാത്മാവ് എങ്ങനെ നിങ്ങളെ നിയോഗിക്കുന്നോ, അതിനനുസരിച്ച് അല്പനേരം പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രിയിൽ ഈ ഒരു വെളിപ്പാടിലേക്ക് വരുവാനാണ് ഞാൻ ഈ വചനത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഒരു സ്മരണ പുസ്തകം നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, നിന്റെ പേര് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, നിന്റെ മിനിസ്ട്രിയുടെ പേര് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം, അതിന്റെ വെളിപ്പാട്, നീ അവന്റെ സ്വത്താണ്, നീ അവന്റെ സമ്പത്താണ്. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇതിലൂടെ എന്താണ് പിതാവെ സംഭവിക്കാൻ പോകുന്നത്? ഇതിലൂടെ എന്താണ് കർത്താവെ സംഭവിക്കാൻ പോകുന്നത്? മകനെ, മകളെ, ഞാൻ പറയാ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ, അടയാളത്തെ അവൻ വെളിപ്പെടുത്തും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ആ ദൂത് ഇതിന്റെ അകത്ത് നിവർത്തിയാകട്ടെ. ഇന്ന് ആ ദൂത് ഇതിന്റെ അകത്ത് നിവർത്തിയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വാ തുറന്ന് അല്പനേരം അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നീ കരഞ്ഞത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹടകമന ധിരജഗന റീഗമന ഘടകസിയാന്തര. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ആരും കണ്ടില്ല എന്ന് നീ കരുതരുത് പ്രിയപ്പെട്ടവരെ. ദൈവം കാണുക മാത്രമല്ല, അവൻ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് തുറക്കുന്നൊരു സമയമുണ്ട്, ഇത് വായിക്കുന്നൊരു സമയമുണ്ട്, നിനക്ക് പ്രതിഫലം തരുന്നൊരു സമയമുണ്ട്. പ്രാർത്ഥിക്കുക, ശക്തമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ ആഴമേറിയ വെളിപ്പാടൊന്ന് പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിക്കണം. ഈ ആഴമേറിയ വെളിപ്പാടൊന്ന് പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിക്കണം. നീ ദൈവത്തിന്റെ സ്വത്താണ്. അവന്റെ സ്മരണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ കുടുംബവും, ഓരോ മിനിസ്ട്രിയും അവന്റെ സ്വത്താണ്, അവന്റെ സമ്പാദ്യമാണ്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള അടയാളം. ഇന്ന് രാത്രി അത് പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം. ഒന്ന് ആത്മാവിലൊന്ന് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, ചില പൈശാചിക മേഖലകൾ എന്റെ അവകാശമാണ്. ചില പൈശാചിക ശക്തികൾ എന്റെ അവകാശമാണിത്. ചില പൈശാചിക മേഖലകൾ ഇത് എന്റെ അവകാശമാണ്. തലമുറ നോക്കി പറയുന്നുണ്ടോ? കുടുംബത്തെ നോക്കി പറയുന്നുണ്ടോ? മിനിസ്ട്രിയെ നോക്കി പറയുന്നുണ്ടോ? ആരോഗ്യത്തെ നോക്കി പറയുന്നുണ്ടോ? ഇന്ന് രാത്രി വാ തുറന്നൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ സ്വത്താണ്, ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ് എന്ന് വാ തുറന്നൊന്ന് പറഞ്ഞേ. കൃപ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിച്ചു. അല്പനേരം ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ സാന്നിധ്യം
ഈ വചനത്തിന്റെ സാന്നിധ്യം ഇതിനെ സ്വീകരിച്ച തന്റെ മക്കളുടെ മേൽ ഇന്ന് രാത്രി പരിവർത്തിക്കട്ടെ കർത്താവേ. ഈ മിനിസ്ട്രിയുടെ മേൽ പരിവർത്തിക്കട്ടെ, പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഇതിന് വിലയില്ല, ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് നീ ചിന്തിക്കരുത് കേട്ടോ. ചിന്തിക്കരുത്. ആർക്കും വിലയില്ലെങ്കിലും, ആർക്കും ഇത് പ്രാധാന്യമല്ലെങ്കിലും ദൈവത്തിന് ഇതൊരു സ്വത്താണ്, ദൈവത്തിന്റെ സമ്പത്താണിത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറന്നു പോകരുത് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പന് മക്കൾ എങ്ങനാണോ, ഒരപ്പന് മക്കൾ എങ്ങനാണോ അതേപോലെ പ്രാർത്ഥിച്ചേ. ശബ്ദരചന. ദൈവത്തിന്റെ സമ്പത്തിനെതിരെ, ദൈവത്തിന്റെ അവകാശത്തിനെതിരെ പോരാടി നിൽക്കുന്ന, വെല്ലുവിളിക്കുന്ന എല്ലാ പാരമ്പര്യ ശക്തികളും, എല്ലാ പൈശാചിക മേഖലകളും ഇന്നു രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചന ശക്തിയുടെ മുൻപിൽ, ഈ വചന വെളിപ്പാടിന്റെ മുൻപിൽ കർത്താവെ, ഇതിന്റെ അകത്തു നിന്ന് അഴിഞ്ഞു മാറാൻ വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധി വെല്ലുവിളിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ ചില അവകാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു തുടങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിയോഗിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചോണം. ഓ കൃപ. ഇന്ന് രാത്രി ആ ദൈവശക്തി തൊടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഹൂഡാര ശന്തന റീഗമ ഹന്തന റംഷിയ രൂപന കർമാതര. നിനക്കുറപ്പ് തരിക ദൈവം, നിനക്കുറപ്പ് തരിക. ഈ വചനത്തിലൂടെ നിന്റെ കണ്ണുനീർ തൂകിപ്പോയിട്ടില്ല, നീ കരഞ്ഞത് തൂകിപ്പോയിട്ടില്ല, നീ ഉപവസിച്ചത് മാറിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. അത് മറന്നിട്ടില്ല. അവൻ കൃത്യമായിട്ട് സമയം, ഡേറ്റ് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ഹുഡാര ശബ്ദനാദരാധര. ഇതിന് വില തരാത്തവരുടെ പുറകെ നീ പോകണ്ട. ഇതിന് വില തരുന്ന ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള അടയാളം, വ്യത്യാസം വെളിപ്പെടുത്തും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവൻ ആരാണെന്ന്, ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാരാണെന്ന്, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാരാണെന്ന് ദൈവം കൃത്യമായിട്ട് തെളിയിക്കുന്നൊരു സമയം, ദൈവം കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നൊരു സമയം ഉണ്ടെന്നാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നീ തനിച്ചല്ല, നീ ഒറ്റയ്ക്കല്ല. കൂടാരാമം നിന്നെ ഓർക്കുന്ന നിന്റെ ഓരോ നല്ല പ്രവർത്തികളും, നീ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയവൻ ഈ 21ാമത്തെ രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. യെസ്. ഈ ജനത്തെ ദൈവാത്മാവ് തൊടട്ടെ. ഈ ജനത്തെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. കൂടെ ദൈവത്തിന്റെ സമ്പത്തായിരിക്കുന്ന ഈ ജനത്തെ, ദൈവത്തിന്റെ സ്വത്തായിരിക്കുന്ന ഈ മിനിസ്ട്രിയെ അതിനെതിരെ വെല്ലുവിളിക്കുന്ന ഹല്ലേലൂയ ചില തലമുറകളോട് അവകാശം പറയുന്ന പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ, ഇന്ന് നിന്റെ വാഗുകൊണ്ട് തന്നെ പറ. നിന്റെ വാഗുകൊണ്ട്, നമ്മുടെ നാവിൽ അധികാരമുണ്ട്, നമ്മുടെ നാവിന്മേൽ അധികാരമുണ്ട്. ഇന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകം അത് തുറക്കുമ്പോൾ അത് എഴുതിപ്പെട്ടത് എന്തിനാണ്? അങ്ങനെ ഒരു പുസ്തകം എഴുതിപ്പെട്ടത് എന്തിനാണ്? ഞങ്ങളുടെ പേരതിന്റെ അകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ കാര്യം? ഹല്ലേലൂയ. അവന്റെ സ്വത്താണ് ഞങ്ങൾ, അവന്റെ സമ്പാദ്യമാണ് ഞങ്ങൾ. യെസ്. ഇന്ന് രാത്രിയിൽ
നിന്റെ നാവ് കൊണ്ട് നീ പറയണം. അത് നിന്റെ നാവ് കൊണ്ട് പറയുമ്പോ തന്നെ ഹല്ലേലൂയ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇന്ന് രാത്രിയിൽ ഇളകി മാറും. യേശുവിന്റെ നാമത്തിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ സ്വത്തിന്റെ അകത്തു നിന്ന്, ദൈവത്തിന്റെ സമ്പാദ്യത്തിന്റെ അകത്തു നിന്ന് ഇളകി മാറുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചേ. അതെങ്ങനെ വേണേലും പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിങ്ങളെ നിയോഗിക്കുന്നത് പോലെ എങ്ങനെ വേണേലും പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാഴ്ച അത് കാണുന്നു. അതിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ചിലതൊക്കെ ഇളകി താഴെ പോകുന്നത് പോലെ ഇന്ന് നാവ് തുറന്ന് പറ, ഞാൻ നിന്റെ സ്വത്തല്ല പിശാചേ, ഞാൻ നിന്റെ സ്വത്തല്ല, ഞാൻ നിന്റെ സമ്പത്തല്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സ്വത്താണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സമ്പത്താണ്, എൻ്റെ മിനിസ്ട്രി ദൈവത്തിന്റെ സ്വത്താണ്, എൻ്റെ മിനിസ്ട്രി ദൈവത്തിന്റെ സമ്പത്താണ്, എൻ്റെ തലമുറ ദൈവത്തിന്റെ സ്വത്താണ്, എൻ്റെ കുടുംബം ദൈവത്തിന്റെ സമ്പത്താണ്. ഇന്ന് രാത്രി പറ്റിപ്പിടിച്ചു നിൽക്കുന്നതൊക്കെ ഇളകിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തേക്ക് ഈ വചനം ചലിക്കുന്നു. ഈ മിനിസ്ട്രിക്കകത്ത് ഈ വചനം ചലിക്കുന്നു. പ്രാർത്ഥിക്കുക. ഇതേതായാലും ലാസ്റ്റ് ദിവസമാ. അല്പം മുമ്പോട്ട് പോയാലും സാരമില്ല. പ്രാർത്ഥിച്ച് ദൈവം എന്നെ വെളിപ്പാടി കാണിക്കുന്ന ചില വിഷയങ്ങൾ ഇന്നു രാത്രിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, മിനിസ്ട്രിക്കകത്ത് വിടുതൽ നടക്കണം. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. നീ അനുഭവിച്ച പരിഹാസം. യെസ്, പ്രാർത്ഥിച്ചോ. നീ അനുഭവിച്ച പരിഹാസം, അതിന്റെ വില എന്താണെന്നും അതിന്റെ മഹത്വം എന്താണെന്നും നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ചിലർ നാവുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു പോയല്ലോ, ഞങ്ങൾ പറഞ്ഞതല്ല സത്യം, ഹല്ലേലൂയ എന്ന് തിരുത്തുന്ന നിലയിലേക്ക് ദൈവം ചിലതിനെ വെളിപ്പെടുത്തുന്നു. സംഭവിക്കട്ടെ. പറഞ്ഞവൻ മറന്നു, പക്ഷേ കർത്താവ് പറയാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പറഞ്ഞവര് മറന്നു, കർത്താവ് പറയാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. അത് വിശ്വസിക്കുന്നവര് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസി മിനിയാന്റിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം, ആരും നോക്കിയിരിക്കരുത്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചിരിക്കണം. കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഈ മിനിസ്ട്രി ദൈവത്തിന്റെ സ്വത്താണ്. നീ ആമേൻ പറയണം. ഈ മിനിസ്ട്രി ദൈവത്തിന്റെ സമ്പത്താണ്. ഊടാര ശന്തന ജഗൽക്കമന, ഇടക്കാലം കൊണ്ട് ഇതിനെ അടച്ചുപൂട്ടാൻ പിശാച് പദ്ധതിയിട്ടതാ. ഇടക്കാലം കൊണ്ട് ഇതിനെ അടച്ചുപൂട്ടാൻ പിശാച് പദ്ധതിയിട്ടതാ. നിന്റെ മനസ്സിൽ പോലും ഇത് വേണ്ട എന്നുള്ളൊരു തോന്നൽ, മടുത്തു എന്നൊരു തോന്നൽ ഊടാര ശന്ദാരകൽക്കമന പിശാച് കൊണ്ടുവന്നതാ. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, ഇതെന്റെ സ്വത്താണ്, ഇതെന്റെ സമ്പത്താണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് നിന്റെ പോലും അല്ലെന്ന അതിന്റെ അർത്ഥം. ഇത് നിന്റെ പോലും അല്ലെന്ന അതിന്റെ അർത്ഥം. ഇത് എന്റെയാണെന്നാണ് ദൈവാത്മാവ് ഇടപെടുന്നത്. ഈ മിനിസ്ട്രി എന്റെ സ്വത്താണ്, ഇതെന്റെ സമ്പത്താണ്.
ഇതെന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. തന്റെ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഹൂഡാരാബാന ഹംദരാജന. പരിശുദ്ധാത്മാവ് ഈ അന്തരീക്ഷത്തെ ഏറ്റെടുക്കുക. നിങ്ങൾ അവിടെ ഇരിക്കുന്ന അന്തരീക്ഷത്തെ, നമ്മൾ ഇരിക്കുന്നത് പലരും പലയിടത്താണെന്ന് എനിക്കറിയാം, പക്ഷെ ആ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ഏറ്റെടുക്കുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നീ നിന്ന കേട്ടവളാ, നീ അപമാനം കേട്ടവളാ, നീ പരിഹാസം കേട്ടവളാ. ദൈവാത്മാവ് ഇടപെടുന്നു. കൂടെ നിൽക്കേണ്ടവര് പോലും നിന്നെ നിന്ദിച്ചു, കൂടെ നിൽക്കേണ്ടവര് പോലും നിന്നെ പരിഹസിച്ചു, നിന്നെ അപമാനിച്ചു. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അല്ല, എനിക്ക് വേണ്ടി നീ കേട്ടത്, കുടമാറന്തന, എനിക്ക് വേണ്ടി നീ കേട്ടത്, എനിക്ക് വേണ്ടി നീ അനുഭവിച്ചത്, അതിന്റെ പ്രതിഫലം നിനക്കുണ്ടാകും. ചൂടാരാബാന ശബ്ദരാജന. പ്രാർത്ഥിച്ചോ. പറഞ്ഞവർ ചിലത് കാണത്തക്കവണ്ണം, പറഞ്ഞവർ ചിലത് തിരുത്തത്തക്കവണ്ണം, പറഞ്ഞവർ അല്ലെങ്കിൽ ചിലത് തിരിച്ചെടുക്കത്തക്കവണ്ണം ദൈവം ചിലത് ചെയ്യും. കാരണം അവൻ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഊടാരാബാന ശബ്ദരാജന റീഗമാനബാര ഹത്തുരാത്മന ധീരപ്രവക്ഷിയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഷൂഡാബ, ഈ മിനിസ്ട്രിയോട് അവകാശം പറയുന്ന ഇതിന്റെ അകത്തുള്ള ദൈവമക്കളോട് അവകാശം പറയുന്ന പ്രാർത്ഥിച്ചേ. ഹൂഡാര രംഗദ ഹംദന റൂപന കർമ്മന ജൂഡക ശൗതന. ഒരു പൈശാചിക വിഷയം ദൈവം എന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ഇത് റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കർത്താവിന്റെ ദാസിയോട് ഞാൻ പിന്നെ പറയാം. പക്ഷേ പ്രാർത്ഥിച്ചേ. ഈ മിനിസ്ട്രിയെ കുറിച്ച് ആത്മഭാരമുള്ളവർ പ്രാർത്ഥിച്ചേ. കാഴ്ചക്കാരല്ല, പുറത്തുനിന്ന് ദൈവദാസന്മാര് വരുന്നുണ്ടല്ലോ എന്നറിഞ്ഞ് കയറുന്നവരല്ല, ഇതിനെക്കുറിച്ച് ആത്മഭാരമുള്ളവർ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ. ഭൂഡരം വേദികം കർമ്മനം ധാരകം ഷൗഡകം ജൂഡകം. ദൈവത്തിന്റെ സമ്പത്തിനെതിരെ, ദൈവത്തിന്റെ സ്വത്തിനെതിരെ പോരാടി നിൽക്കുന്ന വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തി ഇന്നു രാത്രിയിൽ അഴിയാൻ ഞാൻ കൽപ്പിക്കുന്നു. അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ഒരുമിച്ചേറ്റെടുത്ത് ആത്മഭാരമുള്ളവർ ഒരുമിച്ചേറ്റെടുത്ത്. ചൂടാവാര ധീരാചാര ഊടാകാമാന ശബ്ദരാജന. ഇന്ന് രാത്രി അത് അഴിയട്ടെ. ദൈവത്തിന്റെ സ്വത്തിനും ദൈവത്തിന്റെ സമ്പത്തിനുമെതിരെ ഫൈറ്റ് ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന, പോരാടുന്ന. പ്രാർത്ഥിച്ചേ. ദൈവാത്മാവനെ കാണിക്കുന്ന ഈ മിനിസ്ട്രിയെ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് ഒതുങ്ങുകയല്ല, മറിച്ച് മറ്റൊരു പദ്ധതിയിലേക്ക് ദൈവത്തിന് ഇതിനെ എത്തിക്കാനുണ്ട്. ഓ കൃപ. ആ വെളിപ്പാട് ഞാൻ മുഴുവനായിട്ട് പറയാൻ ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നില്ല, നിയോഗിക്കുന്നില്ല എന്നെ. ഞാൻ കർത്താവിന്റെ ദാസിയോടത് പറയും. പ്രാർത്ഥിക്കണം. ഈ ഒരു ഓൺലൈൻ മേഖല വിട്ട് ഇതിനെ കുറച്ചും കൂടെ ഒരു വലിയൊരു പദ്ധതിയിലേക്ക് ദൈവത്തിന് മാറ്റാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെ തടയുന്നൊരു ശക്തിയുണ്ട്, അതിനെ തടയുന്നൊരു മേഖലയുണ്ട്. ആത്മഭാരമുള്ളവര് പ്രാർത്ഥിക്കണം. ചില സ്വപ്നങ്ങളെ ഇല്ലേ ഈ മിനിസ്ട്രിക്കകത്ത് വെളിപ്പാടുള്ളവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും.
ചില സ്വപ്നങ്ങളെ താലോലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ അതിൻ്റെതാകുന്ന ഒരു 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 കംപ്ലീറ്റ് ആകുന്ന അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്കോ അതിന്റെ ഒരു അനുഭവത്തിലേക്കോ ഇതിനെ എത്തിക്കുന്നില്ല. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. അതിനെ അതിരിട്ടതിൽ നിന്ന് അഴിയണം, വേലികെട്ടിയതിൽ നിന്ന് അഴിയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആത്മഭാരമുള്ളവരൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി കർത്താവെ ആ മേഖല അഴിഞ്ഞു മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രി ആ മേഖല അഴിഞ്ഞു മാറട്ടെ. ചില സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരനുഭവത്തിലേക്ക്, ചില സ്വപ്നങ്ങളെ, ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചില സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന അനുഭവത്തിലേക്ക്. യെസ്, ദൈവാത്മാവ് എത്തിക്കണം. അതിനെ തടയുന്ന ആ മേഖല അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഉപവസിച്ചത് വലിയൊരു ദൈവമഹത്വം കാണാനാണ്. ദൈവാത്മാവ് തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. ഊഡാരാബാന ശംദരാജന റീഗമാന ഹർത്തന ജഗൽ പ്രവർത്തനാദി ഗംശരാജ ഊഡരംഗ ജാനധാര ജൂഡികർമ്മ ധാനവേദി അംശരൂപി ജാലപ്രൗഢി. യേശുവിന്റെ നാമത്തിൽ സ്വപ്നങ്ങളെ സാക്ഷാത്കരിപ്പിക്കാത്ത ആ പൈശാചിക മേഖല ഇന്നു രാത്രിയിൽ നസ്രയനാകും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്കാകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഓ കൃപ. ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ഈ മിനിസ്ട്രിയെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം, അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ ഇതിന്റെ അകത്ത് ദൈവാത്മാവ് പകരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ. പ്രിയ സഹോദരി ബീന ഫിലിപ്പ് ശക്തമായി പ്രിയാന്റി പ്രാർത്ഥിച്ചേ. ഊഡര ശംദന ജൂഡിക കർമ്മന വേദന അർത്ഥമാ ജൂഡൽ കമനദരകടകതര. നീ ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് നിന്ദകൾ, പരിഹാസങ്ങൾ, ഒത്തിരി അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ട്. കടന്നു പോയവളുമാണ്. എന്നാൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, കൃത്യമായി എന്റെ ദൈവം അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നിനക്ക് മറുപടി ഉണ്ടെന്ന് പ്രിയദാസിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്ദിച്ച, പരിഹസിച്ച അതേ വിഷയത്തിന്റെ അകത്ത് മറുപടി ഉണ്ടെന്ന്, ഉത്തരമുണ്ടെന്ന്. ശാന്തന കരഞ്ഞ കണ്ണുനീരൊഴുക്കി കരഞ്ഞതിന് മറുപടി ഉണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചൂടാരാബാന ശന്തരാജന. അല്പനേരം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണേ. യേശുവിന്റെ നാമത്തിൽ ചൂടാമാന ഹംദരേതി കർമ്മജാനം. യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് പ്രിയാന്റി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നവാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ, പരിഹാസവാക്ക് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ ദൈവത്തിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുമെന്ന്,
പ്രിയ സഹോദരി ബീന ഫിലിപ്പിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഊഡമ റംഷിയ റംഥന അർത്ഥന ചൂടക കർമ്മന ധീരത ഊഡഗമന ധുരജഗന ഹമനധര സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. മോശ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. ദൈവത്തോടൊരു ചോദ്യം. ഞങ്ങളെ കൊണ്ടുവന്നത്, അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. പക്ഷെ ഞങ്ങളെ പിന്തുടരുന്ന ഈ മിസ്രൈമ്യരെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താ ഉദ്ദേശം? വേറൊരു ഉദ്ദേശവുമല്ല. കൊട്ടാരത്തിന്റെ അകത്തു വെച്ച് യഹോവയെ നിന്ദിച്ചു. കൊട്ടാരത്തിന്റെ അകത്തു വെച്ച് യഹോവയെ നിന്ദിച്ചു. നീ പറയുന്ന യഹോവയെ അനുസരിക്കാൻ അവൻ ആര് എന്ന് ഫറവോൻ ചോദിച്ചു. കൊട്ടാരത്തിൽ വെച്ച് യഹോവയെ നിന്ദിച്ചു. മോശേ, എന്നെ നിന്ദിച്ചവൻ ഞാൻ ആരാണെന്ന് കാണാൻ പോവാ. എന്നെ നിന്ദിച്ചവൻ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ പോവാ അവനെ. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ചില വിഷയത്തിന്റെ അകത്ത് അത് കേട്ടിട്ടും ഇന്നും നീ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവം തെളിയിക്കുമെന്ന് തന്റെ ദാസിയോട് ആത്മാവ് പറയുന്നു. സിസ്റ്റർ ബിനി വിനോദ്, പ്രിയ സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നാട്ടെ. ഹൂഡാര ശന്തന റംസിയാദന ഹൂഡമ രംഗന അർത്ഥുനി ജാനപ്രവധിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ച്. ഹൂഡാമ ശതുന റംസിയ റാദൽ ഖനാദിയ. ഇന്ന് രാത്രി തന്റെ ദാസിയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നീ കരഞ്ഞ ചില വിഷയങ്ങളുണ്ട്. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ. ദാവീദ് പറഞ്ഞതുപോലെ അവൻ എന്റെ ഉടൽച്ചകളെ എണ്ണുന്നു. എന്റെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. അതവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, കരഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത്, കണ്ണുനീര് വാരി വിതറിയ ചില വിഷയത്തിന്റെ അകത്ത് ഇന്നും ഒരു മറുപടി കിട്ടാത്ത ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവാത്മാവ് പറയുന്നു, അതിനെ എഴുതി വെച്ചിരിക്കുന്ന സർവശക്തനാകുന്ന കർത്താവ് പറയുന്നു, അതിന്റെ മറുപടി നീ കാണും. ചൂടാപാര ശബ്ദാരാജ ചൂടൽക്കാനം ധൂരപ്രപദം അർത്ഥകരാതം. അതിന്റെ മറുപടി നീ കാണും. ഊടം ജാലം വേദിക്കമനം. നിന്റെ കുടുംബം ദൈവത്തിന്റെ സ്വത്താണ്. അതിനെതിരെ വെല്ലുവിളിക്കുന്നതിനെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ജയിക്കാൻ നിന്റെ അകത്ത് ഒരു മിനിസ്ട്രി ഉണ്ട്. നിന്റെ അകത്തൊരു ശുശ്രൂഷയുണ്ട്. ഊടാഭാരം ചൂടിൽ കമനം. അതിനെതിരെ പോരാടുന്ന ചില വിഷയത്തെ ജയിക്കാനുള്ള ഒരു ദൈവ കൃപ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ മേൽ ആത്മാവ് പകരുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നിന്നെ വെറുതെ ജോയിൻ ചെയ്യിപ്പിച്ചതല്ല. ഊടം ജാലം കർമ്മം ദൂരശകനം കുടകധരകം ചൂടൽ പ്രബലം ജഗനം ശകനം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വെറുതെ ജോയിൻ ചെയ്യിപ്പിച്ചതല്ല.
കൂടം ധാരം കർമാജഗനം പ്രഭക്ഷണം. നിലച്ചുപോയ സ്തംഭിച്ചു നിൽക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ചലനമുണ്ടാകും. ഉണ്ടാകും 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 ഇനിയും അതിന് ജീവൻ വെക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത് ചലനം ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറയുന്നു. ചൂടാബാര ധീരാജാല റീഗാമാന ഹംഷൽജാന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. ചൂടാബാര ധീരാജാല ഹംഷാരാധ. ഇതിന്റെ അകത്ത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. റീഗാമാന ഹർത്തൂരാജ റീഗാമാന ഹംഷൽജാന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ പിതാവേ, സംഭവിക്കട്ടെ പിതാവേ, സംഭവിക്കട്ടെ പിതാവേ, സംഭവിക്കട്ടെ പിതാവേ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സംഭവിക്കേണ്ടത്, സംഭവിക്കേണ്ടത്. സിസ്റ്റർ രാജി, പരിശുദ്ധാത്മാവ് തന്റെ മകളോട് ഇടപെടുന്നു. പ്രാർത്ഥിക്കണം. ഉടരമധരജഗനഗസി. ശക്തമായി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ദൈവാത്മാവ് തന്റെ മകളോട് ഇടപെടുകയാണ്. ഉടരം ശിയംധനം ജഗദ്ധനം ദുരാജകം പ്രബോധനം. നീ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന, നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന ഊടജം കർമ്മനം ദൂരപ്രവാകനം ഷൗഡരാജനം മഹത്വത്തിന്റെ അനുഭവങ്ങൾ, അനുഭവങ്ങൾ. ഊടകം ജാലകം വേദനം ഷൗഡാരകനം. ചില വെളിപ്പാടുകൾ, ചില അരുളപ്പാടുകൾ, ആലോചനകൾ ദൈവം നിനക്ക് കൈമാറുന്ന ഒരു പ്രാർത്ഥനയാണിത്. ചൂടരം ചൂടകം വംശനം ധീരകം അർത്ഥനം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കൂടര ഹംസന റകത്തു. നീ ഒതുങ്ങിപ്പോയിടത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ചൂടാരാധ റീഗാമാന ഹംസജാന. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വിളികിടപ്പുണ്ട്. എന്നാൽ അതിനെതിരെ പോരാടുന്ന, അതിനെതിരെ വെല്ലുവിളിക്കുന്ന ആ പൈശാചിക തലത്തെ ആത്മാവി കണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ദൈവം എന്നെ കാണിക്കുന്നത് ശരീരത്തോട് മാറി മാറിയാണ് അത് പോരാടുന്നത്. ശരീരത്തോടാണ് അത് മാറി മാറി പോരാടുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ. ഇപ്പോൾ 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 അത് അഴിയട്ടെ. ഉഡാര ഹംസന അംദൽ കമനദര ഹുഡാരബ ഹത്തുന റീബമനകശസിയ. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശക്തമായി കർത്താവെ, ആ വിടുതലിന്റെ കൈമാറ്റം തന്റെ മകളിൽ സംഭവിക്കട്ടെ. ഓ ജീസസ്. എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിക്കുക. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇതിനു ശേഷം ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണുകളൊന്ന് അടച്ചേ, ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പോടെ പ്രാർത്ഥിക്കേ. ഞാൻ ദൈവത്തിന്റെ സ്വത്താണ്, ഞങ്ങൾ ദൈവത്തിന്റെ സമ്പാദ്യമാണ്. ഞങ്ങൾ അനുഭവിച്ചതൊന്നും അവൻ മറന്നിട്ടില്ല. ഞങ്ങൾ കരഞ്ഞതൊന്നും അവൻ മറന്നിട്ടില്ല. അവനെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഞങ്ങൾ ചെയ്തതിനെ കുറിച്ചും എല്ലാം അവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ
ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്, ഞങ്ങൾക്കൊരു മറുപടി ഉണ്ട്. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം അത് വെളിപ്പെടും, അത് വെളിപ്പെടും, അത് വെളിപ്പെടും, അത് വെളിപ്പെടും. ജീസസ് നെയിം അത് വെളിപ്പെടും. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ആ സ്മരണയുടെ പുസ്തകം അതൊരു വാക്കിൽ തീരുന്നതല്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഒരു വാക്കിൽ തീരുന്നതല്ലത്. മറിച്ച് കർത്താവേ, ഞങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കുന്ന ആ ദിവസം ആ പുസ്തക താള് തുറക്കും. നിന്ദിച്ചവർ മാറി നിൽക്കുമ്പോൾ ആ നിന്നയേറ്റ ഞങ്ങൾ മാനിക്കപ്പെടുന്നൊരു സമയം. ഇന്ന് രാത്രി ഞങ്ങൾ അത് ഏറ്റെടുക്കും. ഈ അബൈഡ് മിനിസ്ട്രിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ, കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. തന്നോട് തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ പകരണം. അനുഗ്രഹിക്കുന്നു. ഈ വചനം മറന്നു പോകാതെ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെ എക്കാലത്തും ഓർമ്മപ്പെടുത്തി അവരുടെ ഓർമ്മയിൽ നിലനിന്ന് ഏത് സാഹചര്യം വന്നാലും കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തണം. ദൈവം ഇത് മറക്കത്തില്ല, ദൈവം ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവൻ നാളെ എനിക്ക് മറുപടി തരുമെന്നുള്ള വിശ്വാസവും ഉറപ്പും ദൈവം അവർക്ക് നൽകണം. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് മിനിസ്ട്രിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവം ഇതിനെ വളർത്തണം, ദൈവം ഇതിനെ മാനിക്കണം. കർത്താവ് അറിയിച്ചതുപോലെ ഇത് ദൈവത്തിന്റെ സ്വത്താണ്, ഇത് ദൈവത്തിന്റെ സമ്പാദ്യമാണ്. ദൈവം ഇതിനെ മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവദാസിക്കും മിനിസ്ട്രിക്കും ഇത്രേ നേരം എന്നെ കേട്ടോണ്ടിരുന്നില്ലേ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹാലേലൂയ. നമ്മുടെ മധ്യേ കടന്നു വന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന അറിയിക്കുക. നമ്മൾ ദൈവത്തിന്റെ സമ്പത്താണ്, ദൈവത്തിന്റെ സ്വത്താണ്. ഹാലേലൂയ. ദൈവത്തിന്റെ ഒരു സ്മരണ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹാലേ. ഇത്ര നാളെ സ്മരണ പുസ്തകം അത് നമ്മളെ കുറിച്ചെന്നല്ല, നമ്മൾ വിചാരിച്ച ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുമ്പോഴത്തേനും ഹാലേലൂയ രാജാക്കന്മാരുടെ കാര്യങ്ങൾ, അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാനെന്നുള്ള മാത്രമേ വിചാരിച്ചു. പക്ഷേ നമ്മളെക്കുറിച്ചും അങ്ങനെ പുസ്തകം ഉണ്ടെന്ന് ഹാലേലൂയ എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഹാലേ. അത് ഓർത്ത് വലിയ സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാലേ നമ്മൾ ചെയ്യുന്ന ഹാലേ നമ്മൾ പലപ്പോഴും ചോദിച്ചു, ഞാനും ചോദിച്ചു, കർത്താവേ നീ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, അറിയുന്നില്ലേ, ഇതൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. പക്ഷേ അല്ല, ഇന്ന് നമ്മളെ ദൈവം ഉറപ്പിച്ചനായ സ്തോത്രം ചെയ്ത് നമ്മുടെ ഓരോരുത്തരോടും വ്യക്തിപരമായൊക്കെ ആമെ ഹാല അല്ലജറിയിക്കാനൊക്കെ ദൈവം ആമെ ബലപ്പെടുത്തനായ സ്തോത്രം ചെയ്യുന്നു. ഹാലർഷകൽ പരഭാരവന് കർത്താവെ. അപ്പോൾ ആ ദൈവദാസനെ കർത്ത ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, അദ്ദേഹത്തെ മിനിസ്ട്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അതിശക്തമായ ദൈവം കർത്ത ഉപയോഗിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ ദൈവം കൊടുത്തിരിക്കുന്ന സകല വെളിപ്പാടിനായി കർത്ത നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവ് അപ്പാ ഹാലേലി കർത്തപ്പോ കടന്നു ചെല്ലുന്നിടത്തെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ തക്കണം സ്വർഗം സഹായിക്കേണ്ടതിനായി കടന്നു വന്ന സകല ജനത്തെ അനുഗ്രഹിച്ച് കർത്താവ് ആരും ഇതിൽ വെറുതെ കടന്നു വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹാലി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ, ദൈവം കണ്ടിട്ടുള്ളവർ, ദൈവം ആഗ്രഹിക്കുന്നവർ, ദൈവഹിത പ്രകാരമുള്ളവർ മാത്രം കടന്നു വരുവാൻ തക്കണം ഇടയാകണമെന്ന് കടന്നു വന്ന എല്ലാവർക്കും ഈ ഉപവാസം 20 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കർത്താവ് അപ്പോൾ ഒരിക്കലെങ്കിലും ജോയിൻ ചെയ്തവർക്കെല്ലാം കർത്താവ് അനുഗ്രഹമായി തരുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളെ മുറ്റമായ
അങ്ങയുടെ പാതപീഠത്തെങ്കിലേ സമർപ്പിച്ചപ്പോൾ ദൈവം അരുളി ചെയ്ത എല്ലാ ആലോചന കർത്താവ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന അപ്പൊ കർത്താവ് അതെല്ലാം കർത്താവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയ കർത്താവ് കേട്ടതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എഴുതിയിരിക്കുന്ന പോലെ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വരും ദിവസങ്ങൾ കർത്താവ് അതിനെ ഒരുങ്ങുവാൻ തക്കണം. കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് തീരുന്നെങ്കിൽ കർത്താവ് അത് തീരുന്നില്ല. കർത്താവ് ദൈവം പലപ്പോഴും എൻ്റെ ഹൃദയത്തെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിച്ചെങ്കിലും പക്ഷെ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് ഇവിടെ നിർത്തുകയാണെങ്കിലും നാളെ തുടങ്ങി വീണ്ടും ഒരു ഉപവാസത്തിന്റെ അതേ ഹാലേലുയ ഹാലേലുയ അതേ ഒരു ഉണർവോടുകൂടി തന്നെ കർത്താവെ അപ്പൊ അങ്ങയുടെ പാതപ്പെടുത്തി അങ്ങ് സംസാരിക്കുമ്പോഴേക്ക് കേൾക്കണം കർത്താവ്. അങ്ങക്ക് കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ അത് കേൾക്കുവാൻ തക്കണം അങ്ങയുടെ പാതപ്പെടുത്തി തന്നെ ആയിരിക്കുവാൻ തക്കണം എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങ് പ്രാർത്ഥന യാതൊരെല്ലാം കേട്ടിരിക്കുക. സ്തോത്ര സകലദേശികത്തൻ അധികാരമുള്ള പുനനാഥ പിതാവ് അങ്ങയുടെ പാതവിടെ സമർപ്പിക്കുന്ന കൃപയുടെ ഘട്ടത്തിൽ സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ ആമേൻ. ആശീർവാദം പറഞ്ഞു. പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകും യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും കാവൽ കൂട്ടായി ഈ മിനിസ്ട്രിയുടെ മേലും ഉപവസിച്ച എല്ലാ ദൈവമക്കളുടെ മേലും ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ മേലും ഒന്നാമത്തെ ദിനം മുതൽ 21-ാം ദിനം വരെ ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസിമാരുടെ മേലും സകല വിശുദ്ധന്മാരുടെ മേലും അവിടുത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം ഈ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഇത്രത്തോളം ജയം തന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയായോടെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണം. ആമേൻ. ആമേൻ. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ദേവദാസനോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഞാൻ ആർക്കും വേണ്ടി പറയുന്നില്ല, ഓരോരുത്തർ പ്രാർത്ഥിക്കും. ഇതിൽ ഒരു പുതിയ ആളെന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സൗമ്യയുടെ സിസ്റ്ററിലോ ആണ്, നിഹിത. പാസ്റ്റ് നിഹിത പ്രാർത്ഥന സമയം നേരത്തെ ചോദിച്ചാണ്, ഒന്ന് പ്രാർത്ഥിക്കാം. നികിത വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ സിസ്റ്ററെ? ഹലോ, പ്രൈസ് ദി ലോർഡ്.